നിങ്ങൾ ഇതുവരെ ആരുടെ കൂടെയായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ തിരിഞ്ഞോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? നിങ്ങൾ ആരാണ് എന്ന് നിങ്ങളോട് ചോദിക്കണ്ട. നിങ്ങളെ 10 ഫ്രണ്ട്സിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ ആരാണ് സ്വഭാവം ഞാനാണ്ട് പറഞ്ഞത്. എന്റെ മുമ്പിൽ വരുന്ന കൗൺസിലിംഗ് കേസിനെ ഞാൻ പരിഹരിക്കുന്നത്. അപ്പൊ സീരിയസ്ലി ഇനി നിങ്ങൾക്ക് ആരാവണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആവാൻ ആഗ്രഹിക്കുന്ന ആളുടെ കൂട്ടത്തിൽ നിങ്ങൾ പെട്ടാൽ മതി. രണ്ടാമത്തെ തിരിഞ്ഞോ? ഒന്നാമത്തെ എന്താണ്? നിങ്ങൾ ഇതുവരെ എന്താണെന്നുള്ളത്, നിങ്ങൾ ഇതുവരെ ആരുടെ കൂടെ ആയിരുന്നു എന്നുള്ളത് തീരുമാനിക്കണം. അതില്ല. ഇനി നിങ്ങൾക്ക് ആരാകണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള മീൻസ് എന്താണ്? നിങ്ങൾ ആരാവണമെന്ന് ആഗ്രഹിക്കുന്നോ അവന്റെ ഗുണങ്ങൾ ഉണ്ടോ നോക്കിയാൽ മതി. ഇല്ലേ ആളാവില്ല. ഞാൻ നമ്മളെ അയച്ചാക്കിന്റെ കൽപ്പന ഒന്നുകൂടെ പറഞ്ഞു. ഇന്നുള്ള തന്റെ സാമ്പത്തിക മേഖല തനിക്ക് സേഫാണ് തോന്നുന്ന ആൾക്കാർ കൈവരികയാണ് വൈലേക്ക് ഒഴിവാക്കിയിട്ട് തന്റെ കയ്യിലുള്ള സമ്പത്ത് കോടികൾ അസറ്റ് ഉണ്ട്, 100% ഞാൻ സേഫാണ്. ആര് വന്ന് ചോദിച്ചാൽ നമ്മൾ യൂസുഫൈന്റെ കഥ പറഞ്ഞ പോലെ തന്നെ നടുറോട്ടിലൂടെ ഇറങ്ങി പോകുന്ന സമയത്ത് ബാങ്കിന്റെ ജപ്തി നോട്ടീസുള്ള ബിൽഡിംഗ് ആണ്, എന്നാ ONCR പിടിച്ചോ എന്ന് എഴുതാനുള്ള പങ്കെടുത്തലോ അല്ലെങ്കിൽ സമ്പത്തിന് പ്രശ്നമില്ലാതെ ലൈഫിനെ ഡീൽ ചെയ്യാൻ പറ്റുന്ന പ്രശ്നമല്ലോ തന്റെ സാമ്പത്തിക മേഖല സുഭദ്രമാണ് എന്ന് തോന്നുന്നവർ കൈവിടുക ഇല്ല. ഇതുപോലൊരു സാമ്പത്തിക സുഭദ്രത വരണം എന്ന് തോന്നുന്നത് കൈവിടുക. അപ്പൊ രണ്ടാമത്തേനാണ് തന്റെ കൈകളുള്ള ഇന്നത്തെ ആരോഗ്യം 100% സേഫാണ്. ഒക്കെ ഹെൽത്ത് ഫിറ്റ് കറക്റ്റ് സെറ്റാണ്. ഞാൻ എന്റെ ഇന്നർ ഓർഗൻസിന് പോലും ഒരു കുഴപ്പമില്ല, ഞാൻ വെരി ഹെൽത്തി ആണ് എന്ന് തോന്നുന്നവർ കൈവിടുക ഇല്ല. എന്റെ 100% എന്റെ ആരോഗ്യം ഇല്ലെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ ഒരു പാഴ് ജന്മമാണ്, മറ്റുള്ളവർക്ക് തലവേദനയാണ്, ചത്തത് വെക്കുമ്പോൾ ജീവിച്ചിരിക്കണം എന്ന് പറയുന്ന ജീവിതമാണ് ഞാൻ തിരിച്ചറിയുന്നു. ആയതിനാൽ എന്റെ ഏറ്റവും വലിയ ഫോക്കസും ഇഷ്ടവുമാണ് എന്റെ സമ്പന്നമായ ആരോഗ്യം. അതിക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നില്ല. ഇപ്പൊ ഉള്ളത് പറ്റില്ലാന്ന് മൊത്തത്തിൽ തിരിഞ്ഞോ? ഇപ്പൊ ഉള്ളത് നിങ്ങൾക്ക് പോരാ എന്ന് തിരിഞ്ഞോ? എനിക്ക് ഉള്ളത് പോരായിട്ട് വേറെ മാറാൻ വേണ്ട വ്യക്തിത്വം ഇത്രയും ആൾക്കാരെ തോന്നിയിട്ടുള്ളൂ. ഫുള്ള് ആൾക്കാരെ കൈ കൊണ്ടില്ലല്ലോ. അത് തിരിഞ്ഞില്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കില്ല. അതുകൊണ്ടാണ് ഒന്നുകൂടി ഞാൻ ചോദിക്കാണ്. ഒരു സ്റ്റെപ്പ് മാറാൻ എനിക്ക് താല്പര്യമുണ്ട്. I would like to upgrade myself, my own destiny, or to create my own identity to next level up. Clear ആണ്? കുറച്ച് ആൾക്കാരുണ്ടല്ലേ? So seriously അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഇതുവരെ ചെയ്തത് ചെയ്താൽ പോരാ. മതിയോ? ഇതുവരെ ചെയ്തത് ചെയ്താൽ എന്തുണ്ട്? ഇതുവരെ കിട്ടിയത് കിട്ടും. പുതിയത് എന്തെങ്കിലും കിട്ടണമെങ്കിലോ പുതിയതെന്തെങ്കിലും ചെയ്യണം. ഒരു സംശയമില്ല. നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കുക. ഇത് വളാഞ്ചേരിക്കാണ്. നിങ്ങൾക്ക് പോകാനുള്ളത് തൃശ്ശൂരിലേക്കാണ്. നിങ്ങൾ കയറിയത് കോഴിക്കോട് ബസ്സിലാണ്. ആരോ പറഞ്ഞു കോഴിക്കോട്ടേക്ക് എങ്ങനെയാ പോകുന്നത്? അപ്പൊ ഈ ആളെന്ന് ആരോ പറഞ്ഞു ആ റോഡ് 3 ബസ് കയറിയാൽ മതി. ആ സാധു ഇപ്പുറത്താ നിൽക്കേണ്ടത്. അവിടെ പോയിട്ട് എന്ത് ചെയ്തു? അപ്പുറത്ത് നിന്നു. ബസ് സഞ്ചാരം തുടങ്ങി. കണ്ടക്ടർ പൈസ മാത്രം വന്നപ്പോൾ ബസ് ഏകദേശം കക്കാട് കഴിഞ്ഞ് കൂലിയാടൊക്കെ നമ്മുടെ ഇവിടെ കുളപ്പുറം ഭാഗം അല്ലെങ്കിൽ ചാടായി എത്തി. ആ മനുഷ്യൻ പറഞ്ഞു ഒരു കോഴിക്കോട്. അപ്പം പറയുന്നത് സുഹൃത്തെ ഇത് കോഴിക്കോട്ടുള്ള ബസ്സല്ല, ഇവിടെ തൃശ്ശൂർ കോഴിക്കോട് നിന്നല്ലോ. അല്ല ശരിയാണ്, പക്ഷെ ഇപ്പൊ ഈ ബസ് കൊണ്ട് കൊടുക്കാണ് കോഴിക്കോട്ടിലാണ്. സോറി അവൻ പറഞ്ഞ സ്ഥലത്ത് തൃശ്ശൂരാണ് പോകാനുള്ളത്. പക്ഷെ ഇവൻ പറഞ്ഞു ഇത് കാലിക്കറ്റേക്ക് പോകാൻ ഇപ്പോ തൃശ്ശൂർക്കല്ല പോകുന്നത്, നിനക്ക് പോകുന്നത് തൃശ്ശൂരല്ലേ. ആ മനുഷ്യൻ താൻ തെറ്റായ റൂട്ടിലാണ് കയറിയത് എന്നറിഞ്ഞാൽ സുബോധമുള്ള മനുഷ്യൻ എന്ത് ചെയ്യും? ആ ബസ്സിന് ഇറങ്ങും. ഇറങ്ങൂലേ? ഇറങ്ങില്ല. നമ്മളങ്ങനെ ഇറങ്ങില്ല. നമ്മൾ പറയും ഈ ബസ്സിൽ ഇപ്പൊ കിട്ടിയ സീറ്റ് പിന്നെ കിട്ടിയ ബുദ്ധിമുട്ടാണ്, റോങ് ആണെങ്കിലും അവിടെ പോട്ടെ. അങ്ങനെ ചെയ്യുന്നവന്റെ പേരാണ് തൊഴിലാളി. ഇപ്പൊ മനസ്സിലായോ? തൊഴിലാളിക്ക് 100% ഉറപ്പാണ് തന്റെ ലൈഫ് ഇതുവരെ സേഫ് ആയിട്ടില്ല. അന്ന് പുതിയ കിതാബൊന്നും പഠിക്കണ്ട. തന്റെ പിതാവിനെ തിരിഞ്ഞ് നോക്കിയാൽ മതി. തന്റെ പിതാവിന്റെ സമ്പാദ്യത്തെ തിരിഞ്ഞ് നോക്കിയാൽ മതി. തന്റെ പ്രപിതാക്കന്മാർ ഉണ്ടാക്കിയിരിക്കുന്ന സാമ്പത്തിക സ്രോതസ്സിനെ നോക്കിയാൽ തിരിച്ചറിയാൻ പറ്റുന്നത് അദ്ദേഹം 40 കൊല്ലം 50 കൊല്ലം വർക്ക് ചെയ്തിട്ട് എന്റെ തലമുറയുണ്ടാക്കിയ അസറ്റ് ഇതാണ്. പക്ഷെ എന്റെ തലമുറയുണ്ടാക്കിയ അസറ്റിന്റെ 100 മടങ്ങും 1000 മടങ്ങും മേലെ ബിസിനസ് ചെയ്ത് 10 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയ ആൾക്കാർ ഇന്ന് ലോകത്തുണ്ട്. ഉണ്ടോ ഇല്ലേ? അപ്പൊ എന്തുകൊണ്ട് എന്റെ വലിയപ്പയും മുത്തശ്ശനും അടങ്ങുന്ന സമൂഹം 100 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയ അസറ്റിനെ 5 കൊല്ലം കൊണ്ട് ഒരു മനുഷ്യൻ ഉണ്ടാക്കിയത് ചിന്തിക്കാൻ നമുക്ക് സമയം വേണം. രണ്ടാമത് എന്റെ പിതാവ്, എന്റെ രക്ഷിതാവ്, അദ്ദേഹത്തിനുണ്ടായ
ഇല്ല. അവര് 10-ാം വയസ്സിലും 12-ാം വയസ്സിലും ജോലിക്ക് ഇറങ്ങിയിട്ട് ഇന്ന് 50-ലും 60-ലും നിറഞ്ഞു നിൽക്കുമ്പോഴും അനാരോഗ്യമില്ലാതെ നല്ല ഭക്ഷണം കഴിച്ച കപ്പാസിറ്റികൾക്ക് പലതും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഉണ്ടാവില്ലേ? നമ്മൾ പ്രസവിച്ചു പോയ സമയത്ത് ആധുനിക തലമുറ ആദ്യമേ നിന്നത് അൽഫാമായിരിക്കും. കൊലപൊടി കഴിഞ്ഞ ശേഷം കഴിഞ്ഞ സമയത്ത് അത് ഒന്നും എനിക്കറിയില്ല. അത് രക്ഷിതാവിനനുസരിച്ചിരിക്കും അല്ലേ? മുല കുടിക്കുന്ന കുട്ടിയുമായിട്ട് വല്ല ഫാസ്റ്റ് ഫുഡിൽ കയറിയിട്ട് ആ കുട്ടി വല്ല അൽഫാമും പഠിച്ചു വലിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ചിലപ്പോൾ മുലപ്പൊടി കഴിഞ്ഞിട്ട് ആദ്യം നിന്ന് ചോറാവില്ല, അൽഫാമാവും. അത്രയേ ഉള്ളൂ. ആ ലെവലിൽ വളർന്ന ആരോഗ്യമില്ലാത്ത നമ്മളെ പോലെയുള്ള ആളുകൾക്ക് രക്ഷിതാവിന്റെ മൈലേജ് കിട്ടുമോ? ഇല്ല. ആയുസ് കിട്ടുമോ? ഇല്ല. അദ്ദേഹത്തിന് അവസരം കിട്ടുമോ? ഉറപ്പില്ല. കാര്യം എന്താ? അദ്ദേഹത്തിന് അവസരത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താണ് അവസര പ്രത്യേകത? അദ്ദേഹം അദ്ദേഹത്തിന്റെ വയസ്സ് ഒരു പക്ഷേ 1990-ലാണ്, 1900-ന്റെ തുടക്കത്തിലാണ് അദ്ദേഹത്തിന്റെ ജന്മമെങ്കിൽ 1900-2000-ൽ എത്തിയാലും അദ്ദേഹം അന്ന് കൊടുത്തയ കൈക്കോട്ടുണ്ടെങ്കിൽ 2000-ലും വീണ്ടും കൊത്തി പൈസ ഉണ്ടാക്കായി. ഞാൻ പറഞ്ഞ പോയത് മനസ്സിലായോ? 900-ലാണ് അദ്ദേഹത്തിന്റെ ജന്മം, 1901 അവിടെയാ ജന്മം. ഇവിടെ അങ്ങോട്ട് 125 കൊല്ലം മുമ്പ് അദ്ദേഹത്തിന് അന്ന് കൊത്തിയ കൈക്കോട്ട് 100-ാമത്തെ കൊല്ലം 2000-ൽ പറക്കുമ്പോഴും ആ കൈക്കോട്ടുണ്ടെങ്കിൽ അത് കൊത്തി പണിയുണ്ടായി. ഇന്നത്തെ അവസ്ഥ അതല്ല. 2020-ലെ സർട്ടിഫിക്കറ്റ് 21-ൽ മൂല്യമില്ല. ഉണ്ടോ? പഠിച്ച ആൾക്കാർക്കറിയാം. ഞാൻ ആ മേഖലയിലെ കരിയർ കൗൺസിലിംഗ് ചെയ്ത പ്രശ്നം. 2021-ൽ പാസ് ഔട്ട് ആയിരിക്കുന്ന കോഴ്സിന് 22-ന് സാധ്യതയില്ല. ഉണ്ടോ? ഇല്ല. എന്നെ ഇൻവൈറ്റ് ചെയ്ത് റമീസ് പറഞ്ഞു കോഴിക്കോട് ബാബ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫാക്കൽറ്റി ആയിട്ടുണ്ടെന്ന്. ഉണ്ട്, ശരിയാണ്. പല മെഡിക്കൽ എൻട്രൻസ് കോളേജിലെയും ഫാക്കൽറ്റി ആകാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അവിടെയൊക്കെ എന്റെ വിദ്യാർത്ഥി മക്കളാകുന്ന ഡോക്ടറാകാൻ പോകുന്ന ആർക്കെങ്കിലും പറയുന്ന ഒരു കാര്യമായിരുന്നു. ഞാൻ 5-8 കൊല്ലം മുന്നേ പറയാതെ കാരണം, സുഹൃത്തെ നീ പഠിച്ചിട്ട് ഡോക്ടറാകുമെന്ന് എൻ്റെ താല്പര്യം നന്നാവട്ടെ, പക്ഷേ നിനക്ക് ആ മേഖലയിൽ തിളങ്ങി നിൽക്കാൻ ഒരു ലോകം ഉണ്ടാകുമോ? സാറേ എന്താ പ്രശ്നം? ഫുള്ള് റോബോട്ടുകളാവില്ലേ പറയുന്നത്? ഇല്ല സാറേ, റോബോട്ട് ചിലപ്പോൾ എവിടെ വരെ ഉണ്ടാവും? ടോക്കൺ കൊടുക്കുന്നോടത്തും ടിക്കറ്റ് കൊടുക്കുന്നതൊക്കെ കാര്യം ഉണ്ടാവും, റോബോട്ട് ഉണ്ടാവും. എവിടെ ഉണ്ടാവില്ല? ചികിത്സാ ട്രീറ്റ്മെന്റ് മേഖലയുടെ ഡിപ്പാർട്ട്മെന്റിൽ കാണില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഓതിയിട്ട് ഉണ്ടാവാതല്ല, ഞാൻ പറഞ്ഞത് പറയണമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് എന്തായാലും ഫീസ് കിട്ടുന്നല്ലോ, മാസം 10,000-20,000 1 ലക്ഷം കിട്ടുന്നതല്ലോ. പിന്നെ അധികം തല്ലൂടെ ഉണ്ടാവുന്നില്ല, നമുക്ക് ഫീസ് കിട്ടിയാൽ മതിയല്ലോ. ഓക്കെ, നമുക്ക് ആ പ്രശ്നമില്ല. പക്ഷെ ഞാൻ പിള്ളേരോട് പറയാറുണ്ടായിരുന്നു. പക്ഷേ കാലം ശരി വെച്ച് കഴിഞ്ഞ 1-2-3 വർഷങ്ങൾക്കുള്ളിൽ അല്ലേ, ചൈനയിൽ പുതിയ എത്ര ഹോസ്പിറ്റലാണ് വന്നത്. ഹ്യൂമൻ ബീങ്സ് ആസ് എ ഡോക്ടർ. ഒരു മനുഷ്യനും ഡോക്ടർ അല്ലാത്ത ഹോസ്പിറ്റലിൽ എത്രണ്ണം വന്നു ചൈനയിൽ? വന്നോ ഇല്ലേ? ആരും നാട്ടിൽ നിന്ന് കൈവയ്ക്കുകയാണ്. ഡോക്ടർ ഞങ്ങളെ മക്കളെ വീണ്ടും ഒരു 10% അറിഞ്ഞിട്ട് കാര്യമില്ല. ഇതിനനുസരിച്ച് റിയാക്ട് ചെയ്യാൻ പറ്റും. മനുഷ്യന്മാർ തോൽക്കുന്നത് അറിയില്ലാത്തതുകൊണ്ടല്ല, പിന്നെന്താ? തിരിച്ചറിവുകളുടെ സാധ്യത ഇല്ല. എന്താ തിരിച്ചറിവ് അറിവുള്ള വ്യത്യാസം? അറിവുള്ളവൻ പറഞ്ഞു നടക്കും, പാടി നടക്കും. തിരിച്ചറിവുള്ളവൻ അറിവിനൊത്ത് പ്രവർത്തിച്ചു തുടങ്ങും. ഇതാണ് വ്യത്യാസം. എന്താ അറിവും തിരിച്ചറിവുള്ള വ്യത്യാസം? അറിവുള്ളവൻ പറഞ്ഞു നടക്കും, പാടി നടക്കും, ഒന്നും ചെയ്യല. തിരിച്ചറിവുള്ളവനോ പറച്ചിലും പാടലും വെക്കും, പുതിയ കർമ്മം സ്റ്റാർട്ട് ചെയ്യും. മൈ ഹംബിൾ ക്വസ്റ്റ്യൻ, ഡു യു ഹാവ് ദാറ്റ് തിരിച്ചറിവ്? അതുണ്ടാവണം. അതുള്ളവൻ സാധാരണ ലൈഫല്ല. കാരണം അവർക്ക് ഫോർസിങ് ചെയ്യാൻ പറ്റും. മൈ നെക്സ്റ്റ് ജനറേഷൻ, മൈ നെക്സ്റ്റ് ഫ്യൂച്ചർ അവർക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും, ഡിഫൈൻ ചെയ്യാൻ പറ്റും. യു ഗെറ്റ് മീ? പറഞ്ഞാൽ മനസ്സിലായോ? സോ സീരിയസ്ലി ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മുടെ ലൈഫിന്റെ പൂർണ്ണ ഉത്തരവാദി നമ്മളാണ്. ശരിക്കും തിരിച്ചറിയാൻ വേണ്ടിയ സാമ്പത്തിക മേഖലയുടെ വിപ്ലവം വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്പാദന മേഖല അതീവ ദുരിതത്തിലാണ്. ആണോ ഇല്ലേ? നമ്മുടെ ശരിക്കും ഒരു നല്ല ബില്ല് വന്നാൽ തീരാവുന്ന സമ്പാദ്യമേ നമ്മുടെ കയ്യിൽ ഉണ്ടാക്കുള്ളൂ. ശരിക്കും ആലോചിച്ച് നോക്കാം. ഞാൻ ആദ്യം ഇതിന്റെ ബിസിനസിന്റെ മേഖലയാണ് പറയുന്നത്, രണ്ടാമത്തെ മേഖല പറയാം. അതായത് നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കുക, അവനവന്റെ മൂല്യം അറിയണമെങ്കിൽ ഒരു പണി ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ കുടുംബനാഥന്റെ ATM കാർഡുമായിട്ട് പോയിട്ട് ATM കൗണ്ടറിന്റെ ഉള്ളിൽ പോയിട്ട് അതായത് തിരിക, എന്നിട്ട് പാസ്വേഡ് അടിക്കുക. അതിൽ വരുന്ന സംഖ്യ നിങ്ങളുടെ ചെലവിലേക്ക്, സ്വപ്നത്തിലേക്ക്, ഉത്തരവാദിത്തത്തിലേക്ക് മാറ്റിവെക്കുക. പിന്നെ അവിടെ എത്ര ഉണ്ടോ അതാണ് നിങ്ങളുടെ മൂല്യം. ഞാൻ അവന്റെ മൂല്യം കുട്ടികൾക്ക് കഴിയില്ല. ഞാൻ പറഞ്ഞ മൂല്യം മനസ്സിലായില്ല? നിങ്ങളെ വില മനസ്സിലാണോ? ഇവിടെ എനിക്ക് ഭയങ്കര വില ഉണ്ടെന്നറിയില്ലേ? നിങ്ങളെ വിലയെ പറഞ്ഞാൽ എത്രടാ വില? ATM കാർഡിൽ കൊണ്ടിട്ട് പിൻ നമ്പർ അടിക്കുക, അതിനൊക്കെ കുറച്ച് സാധനം വരും. ആ സാധനം എവിടേക്ക് മാറ്റി വെക്കുക? തന്നെ ചെലവ് കൊടുക്കൽ നിർബന്ധമായ മാതാപിതാക്കൾ, മക്കൾ, വൈഫ് തുടങ്ങി ഫാമിലികൾക്ക് മാറ്റി വെക്കുക. നിർബന്ധിത ചെലവ്
നിങ്ങളുടെ കടങ്ങൾ, പ്രയാസങ്ങളായ ഉത്തരവാദിത്തങ്ങളുടെ സംഖ്യ മാറ്റി വെക്കുക. നിങ്ങളുടെ ഡ്രീമിലേക്കും ഇമ്മീഡിയറ്റ് നീഡ്സിലേക്കും ഇമ്പോർട്ടന്റ് അർജൻസിലേക്കുള്ള ഫണ്ട് മാറ്റി വെക്കുക. പിന്നെ അതിനകത്ത് കുറച്ച് സാധനം ഉണ്ടാവില്ലേ, അത് എത്ര കിട്ടിയില്ലേ, അതാണ് നിങ്ങളുടെ വില. ഇപ്പൊ തോന്നെ വില എത്ര വേണ്ടത് മനസ്സിലായോ? അത് തിരിച്ചറിഞ്ഞെങ്കിൽ പൈസയും ഈ ലോകവും നമ്മളുള്ള ബന്ധം തിരിച്ചറിയാം. അതിനകത്ത് ഒന്നുമില്ലേ, പ്രത്യേകിച്ച് പറയുന്നു വേണ്ട, സീറോ വിലയുണ്ട്. അതായത് വിലയുടെ മൂല്യം വട്ടപൂജ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഉണരുക. ഈ സദസ്സ് നിങ്ങൾക്ക് വരുന്നത് ഉണർവ് പാട്ടാണ്. ഇവിടെ നിങ്ങൾ ഇരിക്കേണ്ടത് ഏതെങ്കിലും ലെവലിലുള്ള ഇരുത്തല്ല വേണ്ടത്. നിങ്ങൾ ഇരിക്കേണ്ടത് ഒരേ ഒരു ചിന്തയിലാണ്. ആ ചിന്ത തന്റെ ലൈഫിൽ ഒരു മാറ്റം വരാൻ വേണ്ടി താനിരുന്നു എന്ന ചിന്തയിൽ ഇരിക്കണം. അങ്ങനെയാണ് ഈ ഇൻഡസ്ട്രി ഞാൻ പരിചയപ്പെടുന്നത്. ടീച്ചിങ് കരിയർ ഉണ്ടായിരുന്നു, ട്രെയിനിങ് ഉണ്ടായിരുന്നു, തെറ്റില്ലാത്ത നല്ല ജോബ് ഉണ്ടായിരുന്നു, റാഹത്തായ വർക്കായിരുന്നു. എന്നതായിരുന്നു എന്റെ ധാരണ. ഏതുവരെ? ഇതിന്റെ ഈ ബൾബ് തിരിയുന്നത് വരെ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾക്ക് സ്വാഭാവികമായിട്ടും കിട്ടി തന്നെ വലുത് എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ പരാജയം. കിട്ടിയതല്ല വലുത്. The best is yet to come. ഏറ്റവും നല്ലത് വരാനിരിക്കുന്നു. ജീവിതത്തിൽ എപ്പോഴും തിരിച്ചറിയേണ്ടത് the real best, യഥാർത്ഥ പിക്ചർ അഭി ബാക്കി ഹൈ, നടൻ വരാൻ കിടക്കുകയാണ്. ഇത് ചിന്തിക്കാൻ നമുക്ക് പറ്റണം. നമ്മുടെ തെറ്റിദ്ധാരണയാണെന്ത്? ദൈവം എനിക്ക് തരാളൊക്കെ തന്നു, എന്റെ വയസ്സും പ്രായത്തിലായി, എന്റെ മക്കളായി, വീടായി, ആര് പറഞ്ഞു, ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ ദൈവം ഇതിനേക്കാൾ കഴിഞ്ഞു വെച്ച സാധനം ഉണ്ടാകും. പക്ഷെ നമ്മൾ ചോദിച്ചിട്ടില്ല, അതാ പ്രശ്നം അല്ലേ? ദൈവത്തോട് മനസ്സറിഞ്ഞ് ചോദിച്ച സാധനമല്ലേ നമുക്ക് കിട്ടുള്ളൂ. ആണോ അല്ലേ? ഹോട്ടലിൽ കയറിയാൽ കൈ നോക്കിക്കാണെങ്കിൽ ഹോട്ടലിൽ കയറിയാൽ അല്ലേ? നിങ്ങളെ നാട്ടിൽ ഹോട്ടലിൽ കയറിയായിട്ട് 2 പൊറാട്ട അതുപോലെ തന്നെ ഒരു ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ ആ ചങ്ങായി മസാല ദോശയ്ക്ക് വരുമോ? ആ ഹോട്ടലിൽ നിന്ന് പറഞ്ഞ ഞാൻ 3 പോയോ? പൊറാട്ട പറഞ്ഞ മസാല ദോശ, പുട്ട് പറഞ്ഞ ചോറ് വരിക, അതേപോലെ ചിക്കൻ പറഞ്ഞ ആടുതല വരിക, അതൊക്കെ കണക്കാവും. പിന്നെ എങ്ങനെ ഹോട്ടലിലെ സ്വഭാവം? ഓർഡർ ചെയ്ത വസ്തു വരും. ആണല്ലേ? എന്തുകൊണ്ട് നമ്മളെ കയ്യിലേക്ക് മന്തിലേക്ക് 20 ലക്ഷം വന്നിട്ടില്ല? ദൈവത്തിനോട് അങ്ങനെ ഓർഡർ ചെയ്തിട്ടില്ല. നിങ്ങൾ ഓർഡർ ചെയ്തത് എന്താണ്? ഞങ്ങൾ പാവങ്ങളാണ്, സാധുക്കളാണ്, അതുകൊണ്ട് കുറച്ചൊക്കെ തന്നാൽ മതി. അപ്പൊ ദൈവം പറഞ്ഞു വന്ന ഓർഡർ ചെയ്ത് കൊടുക്കാം. മനസ്സിലായോ? പണ്ടൊരിക്കലും ഒരു കഥയിൽ പറയുന്നുണ്ട്, ചില ആളുകൾ പറയുന്നുണ്ട്, സാറേ ഞങ്ങൾ പാവങ്ങളാണ് സാറേ, അതുകൊണ്ട് ഞങ്ങളെ ഒന്നുമില്ല സാറേ, ഞങ്ങൾക്ക് ഒരു പൈസ ഇല്ല സാറേ, അതുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ ആയത്. പറയാറുണ്ടോ പാവങ്ങൾ? അത് ശുദ്ധ പൊട്ടത്തരാണ്. അതിന് നേരെ ഓപ്പോസിറ്റാണ്. സാറേ ഞങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞങ്ങൾ പാവങ്ങളായത്. രണ്ടുള്ള വ്യത്യാസം മനസ്സിലായോ? ആയതുകൊണ്ട് കഴിയില്ല, തീരുമാനത്തിന് എല്ലാതും നടത്തി. ഒന്നാമത്തത്, സാറേ ഞങ്ങൾ പാവങ്ങളാണ്, സാധുക്കളാണ്, ഞങ്ങൾക്ക് പൈസ ഒന്നുമില്ല, അതുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ ആയത്. അതിന്റെ ഉത്തരം ഏതാണ്? നിങ്ങളുടെ ജീവിതം ചിന്താഗതി ഇങ്ങനെ ആയതുകൊണ്ടാണ് നിങ്ങൾ പാവങ്ങളായത്. തിരിച്ചിങ്ങോട്ടാണ്. മനസ്സിലായോ? നമ്മളുടെ ചിന്തയിലോ സ്വപ്നത്തിലോ നമ്മൾ ആരല്ല, റിച്ച് അല്ല, മൈൻഡ് സെറ്റ് റിച്ച് അല്ല, നല്ലത് വരുമെന്ന പ്രതീക്ഷ ഒട്ടുമേ ഇല്ല. നമ്മൾ നമ്മളെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു, ഞാൻ പാവമാണ്, സാധുവാണ്, തന്നെ കൊണ്ടൊന്നും പറ്റില്ല, അറിയില്ല, തന്റെ ഇടമില്ല, ഞാൻ ചെയ്താൽ എത്തൂല എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? നിങ്ങൾ പറഞ്ഞു. അതാണ് ആദ്യത്തെ പരാജയം. അവിടെ പ്ലേയേഴ്സ് അക്കാദമി നിങ്ങളോട് പറയുന്നത്, SPC മൈലേക്ക് പറയുന്നത്, യു ആർ ദ റിയൽ ഹീറോ. നീയാണ് ലോകത്തിൽ വരുന്ന ഏറ്റവും വലിയ ഹീറോ. അതാണ് നമ്മളെ നിങ്ങൾ പഠിപ്പിക്കുന്നത്. നിങ്ങൾ തന്നെയാണ് ടോപ്പ് ഹീറോ, ദ റിയൽ ഹീറോ ആൻഡ് ഹീറോയിൻ ദാറ്റ് യു ആർ. നിങ്ങൾ തന്നെയാണ്. എങ്ങനെ? അവസരം വന്നാൽ. ഒരു അവസരം വേണം ആ ഹീറോയിസം കളിക്കാൻ. വേണോ വേണ്ടേ? ലോകത്ത് എന്തിനും ഒരു അവസരം മസ്റ്റാണ്. വിജയികൾ എപ്പോഴും വിജയം കൊണ്ടത് ഒരു അവസരത്തിന്റെ പിറകിലാണ്, ഒരു ഇൻഡസ്ട്രിയുടെ പിറകിലാണ്. ആണോ അല്ലേ? യെസ്. നമുക്കറിയപ്പെട്ട മമ്മൂട്ടി, മോഹൻലാൽ, ഇതുപോലെയുള്ള ഷാറുഖ് ഖാൻ, SRK എന്ന് പറയുന്നത് വേൾഡിലെ ഫേമസ് ബ്രാൻഡുകളാണ്. അദ്ദേഹത്തിന്റെ ഇൻഡസ്ട്രി ആയിരുന്നു ഫിലിം ഇൻഡസ്ട്രി ആയിരുന്നു. ആണോ അല്ലേ? മിസ്റ്റർ MA യൂസുഫ് അലി ലോകത്തിന്റെ നിലവിൽ സമ്പത്ത് കൊണ്ട് എത്തിയത് അദ്ദേഹത്തിന് റീറ്റെയിൽ ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു. ആണോ അല്ലേ? വസ്ത്ര വ്യാപാര മേഖലയിൽ ഇതിഹാസം തീർത്ത കല്യാണരാമന്മാർക്ക് അദ്ദേഹത്തിന്റെ ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി ഒരു പ്രധാന സഹായമായിരുന്നു. ആണോ അല്ലേ? ജ്വല്ലറി മേഖലയുടെ ഇൻഡസ്ട്രിയിലൂടെയാണ് മിസ്റ്റർ ആലുക്കാസുമാര് കടന്നു വന്നത്. ക്ലിയർ ആണോ? അതുപോലെ മലബാർ ഗോൾഡ് മുഹമ്മദ് കെ പോലെയുള്ള ആളുകൾ കടന്നു വന്നത്. നമ്മുടെ സുക്കർബർഗുമാര് കടന്നു
അദ്ദേഹം സോഫ്റ്റ്വെയർ മേഖലയുടെ ഇൻഡസ്ട്രിയിലാണ് കടന്നു വന്നത്. ആമസോൺ മുതലാളിമാർ വന്നത് ഇ കോമേഴ്സ് ഇൻഡസ്ട്രിയിലാണ്. ചോദ്യം, നിന്റെ കയ്യിലേക്ക് ഇൻഡസ്ട്രി ഇല്ലാതെ ജയിക്കൂല. SRKമാര് വന്ന പോലെ CR7ഉം മെസ്സിമാരും നെയ്മറും വന്നത് ഫുട്ബോൾ ഇൻഡസ്ട്രിയിലാണ്. ആണോ അല്ലേ? യെസ്. മിസ്റ്റർ നമ്മളുടെ സച്ചിൻ വന്നത്, വിരാട് കോഹ്ലി വന്നത്, ധോണിമാർ വന്നത്, ഇതിഹാസങ്ങൾ വന്നത് ക്രിക്കറ്റ് ഇൻഡസ്ട്രിയിലാണ്. ആണോ അല്ലേ? സംഗീത ലോകത്തിന്റെ മ്യൂസിക്കൽ ഇൻഡസ്ട്രിയിലാണ് AR റഹ്മാൻ വന്നത്, മിസ്റ്റർ യേശുദാസ് വന്നത്. യെസ് ഓർ നോ? ചോദ്യം, നിനക്കും ജയിക്കാൻ ഒരു സാധ്യതയുണ്ട്. പക്ഷെ നിന്റെ കയ്യിൽ എന്ത് വേണം? ഒരു ഇൻഡസ്ട്രി ഉണ്ടോ കയ്യില്? മൈലേജിലേക്ക് വരുന്നത് വരെ ഇല്ല. മൈലേജിലേക്ക് വരുന്നത് വരെ ഇല്ല. വന്നതിന് ശേഷമോ ഇന്ന് ഏത് ഷാരൂഖ് ഖാനും ഏത് യൂസുഫ് അലിയും ഏത് മിസ്റ്റർ സുക്കർബർഗും ഒരു ഇൻഡസ്ട്രി കൊണ്ടാണ് ലോകത്തെ തന്റെ വീരേതിഹാസം തീർത്തതെങ്കിൽ 5 ഇൻഡസ്ട്രി കൊണ്ട് ലോകം ഭരിക്കാൻ പോകുന്ന ഒരു ടീം ഉണ്ടെങ്കിൽ that is from MI Lifestyle. അത് നമ്മൾ ഒരു ഇൻഡസ്ട്രിയുടെ പാർട്ടല്ല. ഒരു ഇൻഡസ്ട്രിയുടെ പാർട്ടല്ല. നമ്മൾ ബിസിനസ് പറയുമ്പോഴും കഥ പറയുമ്പോഴും കൂട്ടുകാരനും പരിചയക്കാരും ബന്ധുമിത്രാനും മുന്നിലിരിക്കുന്ന വ്യക്തിയും ഓ നീയാണോ എന്ന് ചോദിക്കും. അതിന് മറുപടി ഉണ്ട്, സുഹൃത്തെ ഞാൻ എന്റെ ഇൻഡസ്ട്രിയുടെ ഒരു പാർട്ട് മാത്രമാണ്. ഇൻഡസ്ട്രി വേറെയാണ്, നിനക്ക് കാണാൻ ഒക്കുകയല്ല. ഇൻഡസ്ട്രി കാണാൻ പറ്റണം. എന്നെയല്ല നിങ്ങൾ കാണേണ്ടത്. എന്റെ പിറകിലുള്ള പ്രതീക്ഷയുടെ വലിയൊരു ഇൻഡസ്ട്രി ഉണ്ട്. ഫസ്റ്റ് വൺ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. നമ്മളെ കയ്യിലെ ഒന്നാമത്തെ സാധനത്തിന്റെ പേരാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. അതേതാണ്? 176 രാജ്യങ്ങൾ. എത്രയെണ്ണം? 176 രാജ്യം. ലോകത്തെ UN അടയാളപ്പെടുത്തിയ രാജ്യത്തിൽ ഇനി 5 രാജ്യം തന്നെയുണ്ട്. ബാക്കി 95% ഈ ലോകത്തിലെ രാജ്യത്തിന്റെ സർവ്വ ഗവൺമെന്റുകളും ശരിവെച്ച് ഒപ്പുവെച്ച് ഇനി ലോകത്തിന്റെ ഇതിഹാസം എന്ന് അവർ 100% ബില്ല് പാസ് ചെയ്ത് ഗവൺമെന്റ് അപ്രൂവൽ ചെയ്തിരിക്കുന്ന പ്രോജക്റ്റാണ് ഇത്, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. അതാണ് അതിലൊരു ധൈര്യമുണ്ട്. എന്താ? നമ്മുടെ നാട്ടിൽ വിവരമുണ്ടെന്ന് തോന്നുകയും PhD ഉണ്ടെന്ന് വിശ്വസിക്കുകയും എന്റെ തറവാട് അഭ്യസ്ത വിദ്യരുടെ പരദേശം എന്ന് വീമ്പ് പറയുകയും ചെയ്യുന്നവന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റണം, സുഹൃത്തെ നീ കണ്ട കളിയല്ലോ ഇനി വരാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ ഈ ഡയറക്ട് സെല്ലിംഗ് ആണ് എന്ന അഭിമാനത്തോടെ നിങ്ങൾക്ക് പറയാൻ പറ്റും. കാരണം അവിടെ അറിഞ്ഞിട്ടില്ല ഈ കളി. ഞാനും കുറെ വിദ്യാഭ്യാസ കോകിലങ്ങളെ കണ്ടതാണ്. ആ സാധു ആ വിരൽത്തുമ്പിലുള്ള ലോകത്തിന്റെ പട്ടണം ഒന്ന് അമർത്തിയാൽ മതി, ഗൂഗിളിൽ ഒന്ന് അമർത്തിയാൽ മതി. UK ബേസ്ഡ് ആയിട്ടുള്ള ഫ്രണ്ട്സുകൾ ഞാൻ ഈ ഇൻഡസ്ട്രി ചെയ്യുന്ന സംഭവം അറിഞ്ഞിട്ട് പറഞ്ഞു, ഉസ്മോ നീയൊക്കെ ഭയങ്കര സംഭവം ക്യാമ്പസിൽ, നീ എന്തിനാകുമ്പോ അത് ചെയ്യേണ്ട ആവശ്യം അങ്ങോട്ട് ഇങ്ങോട്ട്, ഇതിനെന്ത് സാധ്യത? ഞാൻ പറഞ്ഞു പകന്റെ കൈക്കുള്ള പത്രിപ്പരയ്ക്ക് ഒന്ന് നെറ്റി നോക്ക്. പറഞ്ഞു എന്തിന് തെറ്റുന്നതൊന്നും വിജയിക്കൂലൊക്കെ തട്ടിപ്പാ. ഞാൻ പറഞ്ഞു എനിക്ക് മൊബൈലിൽ തുറക്ക്, ഇതിനൊന്ന് നോക്കി. എന്നിട്ട് UK ബേസ്ഡ് ഉള്ള ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി, അമേരിക്കൻ രാജ്യത്തെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി, അതിന്റെ ഗ്രാഫിക്കൽ റിപ്പോർട്ടുകൾ കാണുന്നത് വലിയ നോട്ടുണ്ട്. ഞാൻ പറഞ്ഞു പുറത്ത് തട്ടിട്ട് സാരില്ല, ഒരമ്മളെ ആർക്കും പറ്റും. പക്ഷെ രണ്ടാമത് പറ്റാതെ നോക്കിക്കോ. ഇത് ഇല്ല എന്ന് പറയാൻ, ഇത് ശരിയല്ലെന്ന് പറയാൻ ഉമ്മ വെച്ച ഒരു കുട്ടിക്കും വരില്ല. തലച്ചോറ് ഉണ്ടെങ്കിൽ നേരെ മറിച്ചവിടെ തലച്ചോറിന് പകരം ചേറാണെങ്കിൽ എന്തും പറഞ്ഞോണ്ട് മുമ്പോട്ട് ചോറുള്ളവരെ തല ചോറ്. സോ സീരിയസ്ലി രണ്ടാമത്തെ പോയിന്റ് നമ്മളെ കയ്യിൽ രണ്ടാമത്തെ ഇൻഡസ്ട്രി ഉള്ളത് വെൽനസ് റെവല്യൂഷൻ ആണ്. $1 ട്രില്യൺ ഇൻഡസ്ട്രി. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി നിൽക്കുന്നത് $1.3 ട്രില്യൺ ആണെങ്കിൽ $4.3 ട്രില്യൺ ഇന്ന് എവിടെയാണ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസും മരുന്ന് വ്യവസായങ്ങൾ നിൽക്കുന്നത്? അതിന്റെ 3 മടങ്ങ് മേലെ, അതിന്റെ എത്രയോ മടങ്ങ് മേലെ കോടിപതികളെ ഉണ്ടാക്കാൻ പോകുന്ന ഇൻഡസ്ട്രി. ഇനി ഇതാണെന്ന് ലോകം മുഴുവൻ ശരിവെച്ചാൽ അതിന്റെ തലപ്പത്ത് നിൽക്കുന്ന കമ്പനിയുടെ പേരാണ് MI Lifestyle. അവിടെയാണ് ഗൂഗിൾ സെർച്ച് ചെയ്യുന്നു. ഇതും ഞാൻ തമാശ പറഞ്ഞതല്ല. ഒരു ഡോക്ടർക്ക് ഞാൻ പ്ലാൻ കൊടുത്തു. ആ സമയത്ത് ഡോക്ടറെ ചോദിച്ചു, സാറേ അദ്ദേഹം പോലെ നമ്മുടെ ആളുകളൊക്കെ പോയി കെട്ടി മതി കണ്ടകാരി കച്ചവടം പൊതിയെ അങ്ങനത്തെ തട്ടാൻ തുടങ്ങി. നമുക്ക് കേട്ട് കൊടുത്തതാണ്. നമ്മൾ പ്ലാൻ പറഞ്ഞ നാമിൽ എപ്പോൾ ഉണ്ടെങ്കിൽ എന്ന് പറയും കവചപ്രാസം എന്ന് പറഞ്ഞ സാധനം. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇത് പറഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു പറഞ്ഞു, സാറേ നിങ്ങൾ ഡോക്ടറായിട്ട് ഏകദേശം എത്ര പൈസയുടെ ഉൽപ്പന്നം അല്ലെങ്കിൽ മെഡിസിൻ സജസ്റ്റ് ചെയ്ത് കാണും? അപ്പൊ അദ്ദേഹം പറഞ്ഞു, സാർ ഞാൻ 10-20 കൊല്ലമായിട്ട് ഡോക്ടറാണ്, ഞാൻ ഒരു 10-20 കോടികളൊക്കെ കൊടുത്തു കാണുമല്ലേ? ഇല്ല മോനെ, ഞാൻ ആകെ 20 ലക്ഷത്തിന്റെ താഴെ ഉള്ള ഉൽപ്പന്നം
20 കൊല്ലം കഴിഞ്ഞ ഡോക്ടർക്ക് 20 കൊല്ലം 20 ലക്ഷം സപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. 5 വർഷം കൊണ്ട് ഇസ്മായിൽ 10 കോടിയുടെ വിറ്റു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. സാറേ, നിങ്ങൾ ഡോക്ടറാകാൻ BMS പാസ്സായിട്ടുണ്ടാകും. ഈ കാണുന്ന വലിയ സമുച്ചയത്തിന് വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കാണോ? നിങ്ങളുടെ കുടുംബം ഒരു പക്ഷേ നല്ല പയ്യത്ത് കാണും. പക്ഷേ ഒരു ഹോസ്പിറ്റൽ ഇല്ലാതെ, ഒരു കമ്പനി ഇല്ലാതെ, ഒരു തീരുമാനത്തിന്റെ പുറത്ത് ഒരു പേപ്പറിൽ ഒപ്പിട്ടുകൊണ്ട് ആയുർവേദത്തിന്റെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലുടനീളം ലോകത്തിലുടനീളം 10 കോടിക്ക് ഉൽപ്പന്നം വിൽക്കാൻ ഞാൻ ഡോക്ടറാവേണ്ടി വന്നില്ല എന്ന് പറയാൻ എന്നെ പ്രേരിപ്പിച്ച കമ്പനിയുടെ പേര് MI ലൈഫ്. ഇതാണ് ഈ കമ്പനിയുടെ പറയുന്നത്. ഉൽപ്പന്നം വിറ്റാൻ പൈസല്ലേ? ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ലോകത്ത് ഇന്നേ വരെ കാണപ്പെടാത്ത ഒരു പക്കാ കച്ചവടം, കച്ചവടത്തിന്റെ പുതിയ രൂപം. എന്താ കച്ചവടം എന്ന് പറഞ്ഞാൽ? സെയിൽസിന് വേണം, മാർക്കറ്റിംഗ് വേണം. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് നടന്നാൽ എന്ത് നടക്കും? കച്ചവടം നടക്കും. നമ്മൾ ഇതിൽ സെയിൽസ് ആൻഡ് കച്ചവടം നടത്തുന്നുണ്ടോ? ഉണ്ട്. ഏതെങ്കിലും ഉൽപ്പന്നം വിറ്റാക്കിയെന്ന് കൈയൊക്കെയാണ് നമ്മളെ ഉൽപ്പന്നത്തിൽ ഏതെങ്കിലും വിറ്റിട്ട് പൈസ കിട്ടിയാണോ നിങ്ങൾക്ക്? അപ്പൊ കച്ചവടം നടക്കില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഏതെങ്കിലും ഉൽപ്പന്നം കഴിച്ചിട്ട് കൊടുത്തിട്ടോ റിസൾട്ട് കിട്ടിയ ആൾക്കാർ അത് ഉറപ്പാണ്, നല്ല ഉൽപ്പന്നമാണ്, അതും പാസ്സായി. രണ്ടാമത് കൊടുത്ത ഉൽപ്പന്നം വീണ്ടും രണ്ടാമത്, അതായത് നിങ്ങൾ പേസ്റ്റ് കൊടുത്തു, അവർക്ക് വീണ്ടും പേസ്റ്റ് ഉപയോഗിച്ചു, അല്ല പേസ്റ്റ് കൊടുത്തപ്പോ അടുത്ത ഉൽപ്പന്നം ഉപയോഗിച്ചു, വേറെ അങ്ങനെ അനുഭവങ്ങളൊക്കെ കഴിക്കുകയാണ്. അപ്പൊ അടിപൊളി. ഇതിലെന്ത് നടക്കാനുള്ളത്? ഇതേ ഇവിടെ നടക്കുന്നുണ്ടോ? അല്ലാത്തതൊന്നും നടക്കുന്നില്ല. സത്യമെന്ന് ബോധ്യപ്പെട്ട സാധനത്തിന് വീണ്ടും ജനങ്ങൾ ആവശ്യക്കാരാകുമ്പോ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യപ്പെടുന്നതിന്റെ ഒരു വലിയ ശൃംഖലയുടെ മേഖലയിൽ ഉണ്ടാകുന്ന പൈസ അല്ലെങ്കിൽ ബിസിനസ്. സോ സീരിയസ്ലി വേറൊരു പോയിന്റ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും കച്ചവടം നടത്തിയ ആൾക്കാരാണ്, ആണോ അല്ലേ? ഞാൻ കച്ചവടം നടത്തിയ 10 കോടിയുടെ ബിസിനസ് ഞാനൊന്ന് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ചോദ്യമുണ്ട്. ഞാൻ ഇവിടെ പപ്പട കച്ചവടക്കാരനാണെങ്കിൽ എന്റെ കയ്യിൽ എന്ത് കാണും? പപ്പടം കാണും, അല്ലേ? ഞാൻ മാങ്ങ കച്ചവടം നടത്തുന്ന എന്റെ കയ്യിൽ എന്ത് കാണും? മാങ്ങ കാണും. തേങ്ങ കച്ചവടമാണെങ്കിൽ തേങ്ങ കാണും, ആണോ അല്ലേ? നിങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്നില്ലേ? ഇവിടെ മുതൽ എന്റെ കയ്യിൽ കച്ചവടം ചെയ്യുന്ന സാധനം കഴിച്ചിട്ടില്ല. കച്ചവടത്തിന്റെ ക്ലാസ്സിലല്ലേ വന്നത്? ഇവിടെ സാധനം ഉണ്ട്. ഇവിടെ കച്ചവടം ചെയ്യുന്നത് ഉൽപ്പന്നമല്ല, ഇവിടെ സോപ്പല്ല കച്ചവടം, ഇവിടെ സ്കോപ്പാണ് കച്ചവടം. ഇവിടെ കച്ചവടം ചെയ്യുന്നത് സ്കോപ്പാണ്, സോപ്പല്ല. അതല്ല കച്ചവടം ചെയ്യുന്നത്. ഇവിടെ പ്രതീക്ഷകളാണ്, അവസരങ്ങളാണ്, ഡ്രീമാണ് കച്ചവടം ചെയ്യുന്നത്. കാരണം ആ ഡ്രീമിനകത്ത് ലക്ഷക്കണക്കിന് രോഗപ്രാശനം, ആണോ അല്ലേ? കൈ കഴിഞ്ഞ രോഗപ്രാശനം എന്ന് പറയുന്നത് ഇത് കാണുന്നുണ്ടോ? ഇതിനകത്ത് എത്ര രോഗപ്രാശനം? എത്ര ഉണ്ട്? സുമാറ് എത്ര ഉണ്ട്? കപ്പാസിറ്റി എന്തിന് നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയേ ഉള്ളൂ. ചിലർ ഇതിൽ 10 കാണും, ചിലർ 10,000 കാണും, ചിലർ 10 ലക്ഷം കാണും, ചിലർ 10 കോടി കാണും. ഇതിലേക്ക് അഭിപ്രായം കാണുന്നവരുണ്ടാ? ഉണ്ട്. ഇനി അങ്ങനെ കാണുന്നില്ലെങ്കിൽ കാണാത്തവർ കണ്ടവരോട് ചോദിച്ചു നോക്കുക. എന്നാൽ കാണാത്തത് പലതും അവർ നിങ്ങളെ കാണിക്കും. അപ്പൊ നിങ്ങൾ പലതും കാണും. അപ്പൊ നിങ്ങൾ പലതും കാണും. ഇതിനകത്ത് അതുണ്ട്. കവച പ്രാശം കൊണ്ട്, പേസ്റ്റിന്റെ സോപ്പുണ്ട്. ഇതിനകത്ത് കോടിക്കണക്കിന് ഉൽപ്പന്നത്തിന്റെ ഒരു വലിയ രൂപമാണ് ഈ കൈ. ഈ കൈ ഞാനെപ്പോഴാ സാധനങ്ങൾ ഷെയ്ക്കാനിങ്ങനെ ചെയ്ത് ഒപ്പിട്ട് ആ പൈസ വാങ്ങുമ്പോൾ അപ്പൊ അയാൾക്ക് വേണ്ടി കൈ മനസ്സിലായോ? എന്ത് സുഖമുള്ള ബിസിനസ്സാണ്. താങ്ങി നടക്കലല്ല, ഇതൊരു മൈൻഡ് സെറ്റ് ബിസിനസ്സാണ്. ഇത് ചെയ്യാനുള്ള സുഖം നിങ്ങൾ ആലോചിക്കാൻ. ആധുനിക ബിസിനസ് നിങ്ങൾ നടത്താൻ വേണ്ടി തയ്യാറാകുമ്പോൾ ആദ്യത്തെ ചോദ്യം, അത്ര ഫണ്ടുണ്ടോ? ആണോ അല്ലേ? കടയിൽ മുടക്കാനുള്ള ഫണ്ടുണ്ടോ? രണ്ടാമത്തത്, മുടക്കാൻ തോന്ന ഫണ്ടുണ്ട്, തിരിച്ചു കിട്ടുന്ന വല്ല പ്രതീക്ഷ ഉണ്ടോ? ഉണ്ടോ? എവിടെ പ്രതീക്ഷ? ഇന്ന് എവിടെ നോക്കിയാലും ഇന്റർനാഷണൽ ബിസിനസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ ആണോ അല്ലേ? ആ അർത്ഥത്തിൽ ഏത് പ്രതീക്ഷയായാലും എന്റെ കാശ് എനിക്ക് തിരിച്ചു കിട്ടുന്നു. ചായക്കട നടത്തുന്ന തട്ടുകടയുടെ തൊട്ടപ്പുറത്ത് സ്റ്റാർബക്സിന്റെ കട വരില്ല എന്ന് ആര് പറഞ്ഞു? പണ്ട് കാലത്ത് മെട്രോ സിറ്റിയിൽ മാത്രം കണ്ട മക്ഡൊണാൾഡും KFCയും ഇന്ന് കുഗ്രാമങ്ങളിലേക്ക് വരുമ്പോ നമ്മളുടെ ചിക്കൻ കച്ചവടം വിജയിക്കുമെന്ന് ആര് പറഞ്ഞു? നമ്മുടെ നാട്ടിലെ ടെക്സ്റ്റൈൽസിൽ നിന്ന് മാത്രം വസ്ത്രമാക്കിയ മകൻ ഇന്ന് കൃത്യമായിട്ട് അവന്റെ അലൻസൊല്ലയിലേക്കും അതുപോലെ തന്നെ ഈറ്ററികളിലേക്കും മാറി ഇന്റർനാഷണൽ വസ്ത്ര വ്യാപാരത്തിന്റെ ലോകത്തിലെ അവന്റെ കാലം നടത്തിയപ്പോ കട എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റൈൽ നടത്തിയ നമ്മുടെ നാട്ടിലെ വസ്ത്ര കച്ചവടം വിഭജിക്കുമെന്ന് വിജയിക്കുമെന്ന് ആര് പറഞ്ഞു? ലോകത്ത് സുലഭമായി വരുന്ന സമയത്ത് ആ കച്ചവടം
കച്ചവടം നിങ്ങൾ നടത്തിയാൽ എന്ത് വിജയിക്കുന്ന ആര് പറഞ്ഞു? ഒരു ഹൈപ്പർ മാർക്കറ്റ്, ഇതിന്റെ പേര് യാത്ര ഹൈപ്പർ മാർക്കറ്റ്, അവിടെ കച്ചവടത്തിന്റെ മൂല്യം ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് വന്ന പണ്ടൊക്കെ കേട്ടു. നെക്സ്റ്റ് ഹൈപ്പർ മാർക്കറ്റ് അങ്ങനെ കൊട്ടക്കര മറ്റ് ഓഫർ ചെയ്ത സമയത്ത് എണ്ണയുടെ പൈസയിലേക്ക് ഹൈപ്പർ മാർക്കറ്റ് പൈസ ലക്ഷത്തിൽ മുഴുവൻ ആളുകൾ ഇവിടെ ഒഴുകി നെക്സ്റ്റിലേക്ക് ഒഴുകി. അങ്ങനെയാകുമ്പോൾ നിങ്ങളെ കയ്യിൽ ധാരാളം ഇനി നിങ്ങൾ നിങ്ങളുടെ ജോലി ചോദിക്കുന്നവരും നിങ്ങൾക്ക് വരുമാനത്തിന്റെ സ്രോതസ്സായി നിങ്ങളുടെ കയ്യിൽ ക്ലെയിംസ് കിട്ടുന്നയാളുകൾ അവർ ആജീവനാകാലം നിങ്ങളുടെ ഉണ്ട് നാളുകൾ അല്ലേ? പണ്ടൊക്കെ ആയിരുന്നു, ഇപ്പണില്ല. മലയാളി അന്യ രസമുണ്ടോ നമ്മളെ കയ്യിൽ ഒരു സമയവും ആശ്രയിക്കുക, ഒരു പ്രതീക്ഷയില്ല. ഇന്നലെ ആശ്രമിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നാളെ സമയത്ത് ചിന്തിക്കാൻ സമയം കാണില്ലായിട്ട് തിരിച്ചറിഞ്ഞുണ്ടാവും. സമയമുണ്ട് 2 മണിക്കൂർ ശരിയാണോ? സമയമില്ലാത്തതാണ് നമ്മുടെ പ്രശ്നം. ഞാൻ ചിന്തിച്ചവരാണ്. ഞാൻ മെഡിക്കൽ അതുപോലെയുള്ള പല വിദ്യാഭ്യാസമായി വർക്ക് ചെയ്യുമ്പോൾ ഏകദേശം ഞാൻ സ്ഥാപനത്തിലെ സ്റ്റാഫ് മീറ്റിംഗ് സംബന്ധിച്ച് സാറേ നിങ്ങൾ എത്ര വർഷം? ഞാൻ മനുഷ്യല്ലേ സാറേ നിങ്ങൾ എത്ര കൊല്ലായി? ഓക്കെ സാർ. പിന്നെ നമ്മുടെ ലൈഫിലേക്ക് വന്നത് അവരുടെ മനസ്സിലേക്കാണ് സാർ എന്ത് നേടി. ആ സമയം നമ്മൾ കാണുമോ അത് വിദ്യ നേടിയ മുഴുവൻ ആളുകൾ 20 കൊല്ലം കഴിയുമ്പോൾ ഒരു സമയം കഴിഞ്ഞു കൊടുക്കാനല്ലേ കിടന്ന് പറക്കുക. എന്താ പറയുക? പ്രവാസഫലത്തെ ഇന്ന് 30 വർഷം മുമ്പ് കഴിഞ്ഞിട്ടും നിങ്ങൾ അറിയാതിരിക്കില്ല. കുഞ്ഞു പൈതലെ കാണുന്നത് പ്രസവത്തിൽ ഫോട്ടോ കണ്ടതാ. പിന്നെ അടുത്ത ഫോട്ടോ 3-ാമത്തെ വയസ്സില, അടുത്ത ഫോട്ടോ പിന്നെ കല്യാണത്തിന് കൈ കൊടുക്കുമ്പോഴാണ്. ഇങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ട് ആർക്ക്? യെസ് ഓർ നോ? ഇത് ഉള്ളതാണോ അല്ലേ? ആർക്കെ ജീവിക്കുന്നത്? താൻ ജന്മം കൊടുത്ത കുഞ്ഞു മക്കളുടെ കൈ പിടിച്ച് 1-ാം വയസ്സിൽ ഇൻഫാന്റ് സ്റ്റേജിലും ടോഡലർ സ്റ്റേജിലും അതേപോലെ തന്നെ പ്രീ ടീൻ സ്റ്റേജിലും ഇതുപോലെ സ്റ്റേജുകളാണ് നമ്മൾ കേട്ടത്. അഡോളസൻസും ടീനും മാത്രം. പ്രീ ടീൻ സ്റ്റേജ് ഉണ്ട്, ടോഡലർ സ്റ്റേജ് ഉണ്ട്, ഇൻഫാന്റ് സ്റ്റേജ് ഉണ്ട്, ബേബി സ്റ്റേജ് ഉണ്ട്. ഇതിന്റെ ഓരോ രസങ്ങളും കൗതുകങ്ങളും നുള്ളി നോക്കിയും പിച്ചു നോക്കിയും അനുഭവിക്കാനും ചിരികളി തമാശയിൽ ഏർപ്പെടാനും പറ്റാത്ത ഒരു പിതാവ് എത്ര കോടി ഉണ്ടാക്കിയിട്ട് എന്തുണ്ട് കാര്യം? യെസ് ഓർ നോ? പറഞ്ഞത് മനസ്സിലായോ? പരിഹാരം വേണോ? വേണം. ആര് തീരുമാനിക്കണം? ഞാൻ എന്റെ വിദ്യാഭ്യാസം പരിഹാരം കണ്ടു. ചോദിച്ച ആൾക്കാരെ 18 കൊല്ലത്തെ എവിടേക്കെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ കയറി ബസ് റോങ്ങാണ്. ആ ബസ്സിന് ചാടി ഇറങ്ങി ഒറ്റ ഒപ്പിട്ടു. ഇത് നമ്മുടെ സീരിയസ് ആയിട്ട് ഞാൻ അതാണ് ചോദിച്ചത്. ഞാൻ ആർക്കാ പറഞ്ഞ ബസ്സിന്റെ എറണാകുളത്ത് യാത്ര ചെയ്യുന്നുണ്ടാവും. ഏത് അവ അങ്ങനെ പോയിക്കോട്ടെ ഞാൻ ഇരുന്ന സീറ്റിൽ കുഴപ്പമില്ല, കിട്ടിയ ജോലി കുഴപ്പമില്ല, പോയിക്കോട്ടെ. ആണോ അല്ലേ? എവിടെയാ ഹ്യൂമൻ ബീങ്സിന്റെ പ്രശ്നം? നമുക്ക് ഇഷ്ടം ഒന്ന് ജനങ്ങളെല്ലാം ചെയ്തത് ചെയ്യാനാണ് ഇഷ്ടം. നിങ്ങൾക്ക് കുറഞ്ഞ സ്വഭാവമാക്കുന്നുണ്ട്, നമുക്ക് പുതിയത് ചെയ്യാൻ താല്പര്യമില്ല അല്ലേ? നമ്മുടെ നാട്ടിലെ അഡ്മിഷന്റെ സ്വഭാവം മലപ്പുറം ജില്ലയിൽ കാണുന്ന പ്രധാന സാധനമാണ്. മാളോ +2 കഴിഞ്ഞോ എനിക്കെടുക്കാൻ പോണത് ഞാൻ കുഞ്ഞിപ്പോ എടുക്കാൻ പോണത് മാള് പോണത്തിൽ രണ്ടാളും പേര് തീരുമാനിക്കും. പക്ഷെ രണ്ടാളും ഒരു തീരുമാനിക്കും. മനസ്സിലായ? മാള് ഏറ്റവും ഉഷാറ് സയൻസിലാ, കുഞ്ഞിപ്പോ ഉഷാറ് കൊമേഴ്സിലാ. എന്നാലും മാള് പോകണമെങ്കിൽ കുഞ്ഞിപ്പോ പോകും. അതാണ് എന്താണ് അങ്ങനെ ഒരു ബസ് പറ്റില്ല. അതൊക്കെ കോഴ്സ് തീരുമാനിക്കാതില്ല. ഇപ്പൊ കുറെ മാറ്റം. നമ്മുടെ സ്വഭാവമാണത്. ഓരോ വ്യക്തിക്കും ഡിഫറെന്റ് ആയിട്ടുള്ള എബിലിറ്റീസാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ എബിലിറ്റി അനുസരിച്ച് പോകാനുള്ള കപ്പാസിറ്റി ഇന്നില്ല. വെറൈറ്റി തീരുമാനിക്കാൻ പേടിയാണ്. ലോകം പറയുന്ന വാക്കുണ്ട്, മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ആർ റോങ് ഇൻ ദ കേസ് ഓഫ് ഇക്കോണമിക്സ്. സമ്പത്ത് ഉണ്ടാക്കുന്ന വിഷയത്തിൽ, മണി മേക്കിങ്ങിന്റെ വിഷയത്തിൽ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ തെറ്റാണ്. ആണോ അല്ലേ? നമുക്ക് പെണ്ണെട്ടല്ലേ എന്ന് ആരോട് ചോദിക്കാം? പാപ്പാരോട് ചോദിക്കാം. എന്താ അപ്പൊ കെട്ടിക്കൊണ്ടാണ് ഉണ്ടായത്? വീടുണ്ടാക്കാൻ എങ്ങനെ രക്ഷിതാക്കൾ ചോദിക്കാം? എന്താ കാരണം? അയാൾ ഉണ്ടാക്കുന്ന എല്ലാം നിൽക്കുന്നത് സ്വർണം. ഓക്കെ, വാപ്പാനോടോ കുടുംബത്തിലെ ആളോടോ മാസം 1 കോടി ഉണ്ടാക്കിയാൽ എങ്ങനെ ചോദിക്കാൻ പറ്റും? ഒരു പിതാവ് ആളോട് പറഞ്ഞിട്ടിങ്ങനെ വാപ്പക്ക് എല്ലാ മാസം 1 കോടി ഉണ്ടായിരുന്നു ഒന്ന് കൈ വെക്കും. എന്താണ് ചോദിച്ചോളൂ? ഉണ്ടോ? ഇതൊക്കെ കൈ വെക്കുന്നത് മൈനേജിന് വരുന്നത് ഇപ്പൊ 9 ലക്ഷമാണ്. അദ്ദേഹത്തിന് തിങ്കിങ് പവർ അത്രയും പവറാണ്. പിന്നെ ആരോടാ
ഈ ക്ലാസ് കഴിഞ്ഞാൽ ചോദിക്കും പിന്നീട് കേൾക്കണം കുട്ടിയെ ഞാൻ പോയിന്ന് വേങ്ങര അല്ലെങ്കിൽ ഞാൻ പോയി വളാഞ്ചേരി അവിടെ പോയിട്ട് മാസ വരുമാനം 1 കോടി വാങ്ങുന്ന പ്രൊജക്റ്റൊക്കെ കേട്ടു. അപ്പൊ അവനൊരു മറുപടി പറയും, മലയാളിയിലെ അഭിപ്രായം വേറെ മനസ്സിനോട് ബിസിനസ്മാൻ ചോദിക്കല് ഹൃദയത്തോടെ ചോദിക്കും, ഇവിടെ ചോദിക്കും, അല്ലെങ്കിൽ പോയാൽ മതി. ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഏതുവരെ. ഇന്ന് നിങ്ങളുടെ വരുമാനം നിങ്ങളുടെ ചെലവും ബലാബലം നിൽക്കുന്നതായി തോന്നുന്നു നിങ്ങൾക്ക്. പക്ഷേ നാളെ ഒരു ഭീകര ബില്ല് വരികയോ നാളെ അത്യന്താപേക്ഷിതമായി മക്കളുടെ ആവശ്യം വർദ്ധിക്കുകയോ ചെയ്താൽ അന്ന് തിരിയും തീരുമാനം കുറച്ച് മുന്നെടുക്കേണ്ടി വരും. കാര്യം എന്താണെന്നറിയോ? നമ്മൾ ചിന്തിക്കുന്ന ലെവലിലേക്കല്ല മക്കളെ ജീവിതം പോകുന്നത്. ആണോ? പണ്ട് കാലത്ത് വിശറി വീശിയാൽ ചൂട് അകലുമായിരുന്നു. ആണോ അല്ലേ? കാലം പുരോഗമിച്ചപ്പോൾ നിർബന്ധമായിട്ട് കുടിക്കൽ എന്ത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി വന്നു? ഫാന് അല്ലേ? അമ്മായിയൊക്കെ എന്ത് കൊണ്ടുവരും? 4 ഫാൻ ഇന്റെ വക കിടക്കട്ടെ സീലിംഗ്. ആണോ അല്ലേ? ആ സ്ഥലത്ത് നിന്ന് ഒരു വീട് പണിയുമ്പോ ഏസിക്കെല്ലാം ആദ്യമേ ഉടേണ്ട തലത്തിലേക്ക് എന്ത് ചൂട് മാറിയെങ്കിൽ പണ്ട് വിശറി എന്ന് പറയുന്നതാണ് അഭിമാനം. AC എന്ന് പറഞ്ഞാൽ അഹങ്കാരം എന്നെടുത്ത് AC തന്നെയാണ് ആവശ്യമുള്ള തരത്തിലേക്ക് ലോകം മാറിയിട്ടുണ്ട്. അതിന് പോയില്ലേ? അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളെ കൈകളുടെ സൗകര്യം സമ്പന്നമാണെന്ന് തോന്നുന്നുണ്ടോ? അത് വെറും തോന്നലാണ്, ലോകം തീരാന്നുള്ള തോന്നലാണ്. അവിടെ നിങ്ങൾക്ക് AC വേണ്ടി വരും, നല്ല വാഹനം വേണ്ടി വരും, സൗകര്യങ്ങൾ ഇനിയും കൂടുതൽ വേണ്ടി വരും. കുട്ടികൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം തോന്നിയത് തോന്നിയമായി പറയും. തോന്നിയത് പറയില്ലേ? പണ്ടുണ്ടായത് എന്താ? ഉമ്മാണ്ട് കൊണ്ടേ വരും, മര്യാദക്ക് തിന്നു പോയിക്കോ, ഞങ്ങളെ ഭാഷ പോലെ നാട്ടിലേക്ക് പോയിക്കോ, അങ്ങനെ തിന്നു പോയിക്കോ. ആണല്ലേ? ഇന്ന് കുഞ്ഞിപ്പ വണ്ടിക്കാരൻ വന്നിരുന്ന ഡൈനിങ്ങുള്ള 4 കുട്ടിക്ക് 4 കുട്ട. ഒരു പറയുന്നത് എനിക്ക് മീൻ പറ്റില്ല, ഉപേക്ഷിക്കാതെല്ലാം വെച്ച് പറയും. എന്നാ അതിന് 2 എനിക്ക് കൊടുത്തുകൊണ്ടില്ല. മറ്റാള് ഞാൻ പറഞ്ഞ അവിടെ ഞാൻ നിങ്ങൾക്ക് അറിയില്ല. മറ്റാള് ഞങ്ങളോട് പറഞ്ഞതിലേക്ക് ഉച്ചയ്ക്ക് എന്തായാലും മന്തി മതി, മന്തി കൊടുത്തുകൊണ്ടില്ല. അങ്ങനെ കിച്ചണിൽ 10,000 ഫുഡ് ഉണ്ടാക്കേണ്ട പോയതിലുള്ളത്. ആണോ അല്ലേ? ഇത് ഇതിമ നിൽക്കുമോ? ഇത് ഇനിയും കൂടൂലേ? പണ്ടത്ര കറണ്ട് ബില്ല് കൂടും, ബസ്സിന്റെ ബില്ല് കൂടും, വസ്തുക്കളുടെ ബില്ല് കൂടും, എല്ലാ ബില്ലും കൂടും. പണ്ട് സുഖപ്രസവമായിരുന്നു, ഇന്ന് പ്രസവിക്കണമെങ്കിൽ മിനിമം ലക്ഷങ്ങൾ വേണം. ആണോ വേണ്ടേ? ഇതിന് കൂട്ടുകാരൻ പണ്ടെന്ന് പറഞ്ഞു, ഞാൻ ചെന്ന സമയത്ത് എന്റെ ആ കുട്ടി 5 ലക്ഷം രൂപയാണ് ഒന്ന് വാങ്ങിയിട്ട്. അതായത് നമുക്ക് പറയണം 1000 ബില്ല് 50,000 കൊടുത്ത്, പാർപ്പറ്റിക്ക് 65,000 കൊടുത്ത്, പോത്തിനടുത്ത് 1.5 ലക്ഷം രൂപയായി. പിന്നെ അവിടെ മറ്റാൾക്ക് ഇട്ട് കൊടുത്ത് അങ്ങനെ 5 ലക്ഷം രൂപയുടെ ബില്ലിട്ട് പറയുകയാണെങ്കിൽ കുട്ടിക്ക് എത്ര രൂപയായി? 5 ലക്ഷം രൂപയായി. അങ്ങനെ അടുത്ത കുട്ടിക്ക് എന്തായാലും 10 ലക്ഷം കണ്ടെത്തിക്ക് വന്നത് പറയണം. ആണല്ലേ? ഇതുള്ളതാണോ അല്ലേ? പണ്ട് പടിഞ്ഞാറാവുന്നത് വെറുതെ തലമുറ വെച്ച കഥയുണ്ടായിരുന്നു. ആ കടലിൽ നിന്ന് പെണ്ണുങ്ങളെ കിട്ടൂല, സുഖലോകപതി പറഞ്ഞു പൈസ കൊടുത്ത് പതിച്ചാൽ മതി, ഞങ്ങൾ പഠിക്കുന്നത്. എന്തിനാണ് പറഞ്ഞത്? ചെലവ് കൂടും, ഒരു ഓപ്ഷനും ഇല്ല. വരുമാനം കൂട്ടുക എന്നതല്ലാതെ ഒരു ഓപ്ഷൻ ഈ ഭൂമിയിലില്ല. ഉണ്ടാവില്ലേ? അത് തിരിയണമെങ്കിൽ വലിയ തലയിലിങ്ങനെ ഒന്ന് തിരിയണം. രാത്രികൾ തുറക്കാണ്ട് പോകണം. അന്ന് ഞാൻ പറയാത്തതൊക്കെ തിരിയാൻ തുടങ്ങും. പറഞ്ഞതിനൊക്കെ തിരിയുണ്ടാവില്ല, പക്ഷെ പറയാത്തതും അപ്പം തിരിയും. പക്ഷെ അന്ന് തിരിയരുത്, ഇന്ന് തിരിയണം. സ്വാധീനം തീരുമാനം. ഇന്ന് നിങ്ങളെ മുന്നിൽ ഏറ്റവും നല്ല ഒരു സ്വപ്നതുല്യമായ ഓപ്പർച്യൂണിറ്റി പേരാണ് ഡയറക്ടർ സെല്ലിംഗ് ഇൻഡസ്ട്രി. അവിടെ ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയുടെ പേരാണ് MI Lifestyle. അതേ കമ്പനി മാനേജ്മെന്റ് ശരിവെച്ച് പറഞ്ഞതാണ് അതിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിരിക്കുന്ന ഓർഗനൈസേഷന്റെ പേര് സക്സസ്ഫുൾ ഗ്ലോബൽ. ആ സക്സസ്ഫുൾ ഗ്ലോബലിന്റെ ഫൗണ്ടർ ഫാമിലി അഭിമാനത്തോടെ പ്രഖ്യാപനം നടത്തി ഞങ്ങളുടെ ടീമിലെ ഏറ്റവും ടോപ്പ് ടീം ദാറ്റ് ഈസ് പ്രിയൻസ് അക്കാദമി ഗ്ലോബൽ. ആ ടീമിലാണ് ഇന്നത്. അതാണ് ഈ ചിഹ്നം, അതാണ് ഈ ചിഹ്നം. ഇത് വാനത്തേക്ക് പറക്കാനല്ല, ഇത് നെഞ്ചത്ത് തറച്ചു വെച്ചതാ. ഇത് പറന്നേ അടങ്ങോ, പറക്കുക തന്നെ ചെയ്യുന്നത് കൂടെ പറക്കാൻ ചെയ്യണം. അതുകൊണ്ട് സീരിയസ്ലി നിങ്ങൾ പറയുന്നത് നല്ല സ്ഥലത്താണ് വന്നത്. പക്ഷെ നല്ല സ്ഥലത്ത് വന്നത് തൊണ്ണൂറൊക്കെ സംഗതി അവിടെ വരാനൊക്കെ നല്ല സ്ഥലത്താണ്. അറബിൽ പോയിട്ട് മഞ്ഞാട്ട് കൂടുതൽ നമ്മൾ ഉപദേശിക്കാതിരിക്കാൻ നല്ലത്. മര്യാദയ്ക്ക് എന്ത് ചെയ്യാം? പരിപാടി ചെയ്യാൻ. റൈറ്റ് ടൈം, റൈറ്റ് ബിസിനസ് വിത്ത് റൈറ്റ് അസോസിയേഷൻ. ഇതാണ് ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ 3 റൈറ്റുകൾ. ഏതൊക്കെയാണ്? റൈറ്റ് ടൈം, റൈറ്റ് ബിസിനസ് വിത്ത് റൈറ്റ് അസോസിയേഷൻ. ഈ 3 സാധനം ഉണ്ടെങ്കിൽ ജയം. നിന്റെ വാക്കല്ല, ബിൽ ഗേറ്റ്സ് പറഞ്ഞതാ. പക്ഷെ പറയാത്തൊരു ഇസ്മായിൽ പറയാണ്. എന്താണെന്നറിയോ? അതിന് പറ്റുവാനാണോ നീ എന്ന് ചോദ്യമുണ്ട്. യു ഗോട്ട് ദ റൈറ്റ് ബിസിനസ്, ശരി, ഓക്കെ, ഗുഡ്. യു ഹാവ് ദ റൈറ്റ് അസോസിയേഷൻ, നല്ല ടീമിന്റെ കൂടെ വന്നു, എക്സലന്റ്. യു ഹാവ് ദ റൈറ്റ് ബിസിനസ്,
simple question. Are you the right person for these 3 rights? ഈ 3 റൈറ്റിനും യോഗ്യനാണോ എങ്കിൽ യുവർ സക്സസ് ഇസ് ഗ്യാരണ്ടീഡ്. പുരിജിദാസ് മനസ്സിലായോ? അവിടെ എന്ത് ചെയ്യണം? നമ്മൾ മാറണം. നമ്മൾ മാറാതെ ഒന്നും മാറില്ല. മാറാൻ കഴിയുള്ളവരെ കൈവരിക്കണം. നാം മാറ്റം തുടങ്ങണം. എന്തെങ്കിലും മാറ്റം? ചിന്തകൾ മാറ്റണം. ഇതുവരെ ചിന്തിച്ചത് കടങ്ങളാണോ? വലിച്ചെറി. കഷ്ടപ്പാടാണോ? വലിച്ചെറി. നിങ്ങൾക്ക് ഭയങ്കര ലോണുണ്ട്, ഒന്നും ചിന്തിക്കല്ല. അതൊക്കെ നമുക്കത് കാണുള്ളൂ. ലഭിച്ചു അതൊക്കെ ഒഴിവാക്കുക. എല്ലാവരും ഉണ്ടാവും. ഭൂമിയിൽ വന്നതല്ലേ, എല്ലാം ഉണ്ടാകും. ചിന്ത മാറ്റിയിട്ട് ഞാൻ നേടാൻ പോകുന്നത് എന്താണ് അവിടേക്ക് ചിന്തിക്കും. വാട്ട് യു ആർ നൗ ഈസ് നോട്ട് എ പ്രോബ്ലം, ഇറ്റ്സ് നോട്ട് എ സ്റ്റോറി. വാട്ട് യു ആർ ഗോയിങ് ടു ബി ഈസ് എ സ്റ്റോറി. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കഥയുണ്ടാക്കുക. ഹിസ് സ്റ്റോറി. അങ്ങനെ വന്നാൽ നിങ്ങൾ ആരെയും മാറും? ഹിസ്റ്ററി ആയി മാറും. സോറി, നിങ്ങൾ നിങ്ങളുടെ കഥയുണ്ടാക്കിയാൽ നിങ്ങൾ എന്തായി മാറും? ഹിസ്റ്ററി ആയി മാറും, സംഭവമായി മാറും. ക്രിയേറ്റ് യുവർ സ്റ്റോറി. നിങ്ങൾ എവിടേക്ക് പോകണം എന്നുള്ളതിന്റെ ഒരു സ്റ്റെപ്പ് സെറ്റ് ചെയ്യും. എന്നിട്ട് പോകുന്ന വണ്ടിയിൽ കയറി നിങ്ങളുടെ ബസ് നിങ്ങൾ ഇറങ്ങാതിരുന്നാൽ മതി. ബാക്കി ഞങ്ങൾക്ക് വിട്. നിങ്ങൾ ആ വിജയ ലോകത്ത് എത്തിച്ച് അവരെ കൂടെ ഞാനും അങ്ങനെ തുടങ്ങിയതാണ്. പ്രശ്നം ഒരുപാടുണ്ടായിരുന്നു. ഫാമിലി സപ്പോർട്ട് തുടർന്ന് നല്ല ഉണ്ടായിരുന്നു. ചീത്ത പറഞ്ഞിരുന്നു, കളിയാക്കലായിരുന്നു. വൈദ്യൻ, വൈദ്യന്, തൈല കച്ചവടം, ഡോക്ടറ്, എന്തെല്ലാം കേട്ടുകൾ നടന്നു പോകുമ്പോൾ കേൾക്കാൻ ഒരു സാധനം ബാക്കിയില്ല. നിങ്ങൾ കേട്ടില്ല, കാട്ടി കേട്ടു. നിങ്ങൾ കേട്ടത് നാടൻ വായിക്കാനാണ്. ഞാൻ കേട്ടതായിരിക്കും കൂടുതൽ. കാരണം എന്താ? ഓരോരുത്തർ അവനായിട്ട് അസോസിയേഷൻസിലേക്ക് കേൾക്കുക. എനിക്ക് ഇന്റർനാഷണൽ തെറികളൊക്കെ വന്നു. നിങ്ങൾക്ക് ചെറിയ മലയാളത്തിൽ തെറിയുള്ളൂ, ഇത് ഇംഗ്ലീഷിൽ തെറി വന്നിട്ടുണ്ട്, പല ഭാഷയിലും തെറി വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും കേട്ടിട്ടുണ്ടാവില്ല. എന്നോട് ഈ നമ്മുടെ എന്താ പറയുക സൈക്കോളജിക്കൽ എന്താ പറയാ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇങ്ങനെയും ഇങ്ങനെയും ആയാൽ അങ്ങനെയും ഇങ്ങനെയും ആകൂലെ, അങ്ങനെയും ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെയല്ലേ ആയത്, നമ്മൾ നീ അങ്ങനെ ഇങ്ങനെ ആകാൻ പോണില്ലേ? എല്ലാവരും എന്താ പറയുക, ഇന്ന് അഭിമാനത്തോടുകൂടി വരുമാനത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഒറ്റ ഉത്തരവ് 2 വർഷമായി ITR കൊടുക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള വരുമാനങ്ങളാണ് ഞാൻ പറഞ്ഞ വാർത്തയില്ല. അടുത്ത കാലത്ത് ഒരു വലിയ പ്രാക്ടീസ് ചോദിച്ചു, സാറേ നിങ്ങളിപ്പോ പുതിയ കാറും ലക്ഷറി കാറും മറിയാമല്ലോ, മാസം അടക്കം 15 ലക്ഷം രൂപ അടവ് കൊണ്ട് ഒരു മാസത്തെ ലോണേ അതിലേക്ക് മതി 15 ലക്ഷം രൂപ. 14,000 കിട്ടാൻ മുമ്പോട്ട് നമുക്ക് ഒരു മാസം 10 ലക്ഷം. വേറെ മാസം അയാൾ കൊടുക്കുന്ന 25 ലക്ഷത്തിന് മേലെ ആ കോടി രൂപ ഈ കൊടുക്കും. ആരുടെയാണ് വരുന്ന എക്സസില് മെയ് 17 നിങ്ങൾ കാണുമോ? അവരെ കാണുമോ? ആ വിരിച്ച കസേരയില് ആ വിരിച്ച വിഷയത്തില് ഗസ്റ്റ് തമാശയല്ല പറഞ്ഞ് ചെയ്താൽ കാലിക്കറ്റിലെ GDS-ലും മൂലയിൽ നിന്ന് ശബ്ദം കേൾക്കുന്ന ലീഡറായി വന്നു. ഒറ്റക്കാലിൽ നടക്കടിച്ച് പറ്റൂലെ എന്ന് ആലോചിച്ചെടുത്ത് ഡയറി ഗസ്റ്റായി മാറും. എപ്പോഴും മാറണം തീരുമാനിച്ചു. ഇല്ലെങ്കിലോ ഒന്നും മാറും. നിങ്ങൾ തീരുമാനിക്കുന്നത് മാറണം. ഈ കാലം ഞാൻ പോകൂല, ഇനി ഞാൻ കഷ്ടപ്പാടാൻ പോകൂല. ബില്ല് നോക്കി പർച്ചേസ് ചെയ്യുന്ന സ്വഭാവം നിർത്തി. എന്റെ പെണ്ണുങ്ങൾ വേണം ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്തോ, മക്കള് പറയുമ്പോൾ ഇഷ്ടമുള്ളത് വാങ്ങിക്കാൻ കണ്ണിക്കണ്ട വാങ്ങാനില്ല. എന്നാൽ പോലും പ്രശ്നമില്ലാതെ, സമ്പത്തിന്റെ ഒരു മനസ്സാക്ഷി ഇല്ലാതെ സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുന്നത്. വലിയ വലിയ പൈസ ആൾക്കാരുണ്ട്, അവരുടെ സമയമില്ല. ഒരു ലോകം കറങ്ങി വരാന്ന് പറഞ്ഞാൽ പൈസ ഉണ്ട്, പക്ഷെ പുറത്തിറങ്ങാൻ പറ്റില്ല. കാരണം എന്താ? ബിസിനസ് അദ്ദേഹത്തെ ഊട്ടി കെട്ടി. അതുകൊണ്ട് അവർക്ക് രാജ്യത്തേക്കൊന്നും പോകാൻ പറ്റില്ല. കാര്യം എന്താ? പോയാൽ ബിസിനസ് കാരണമാകും. ആ പ്രശ്നം ആർക്കില്ല? MI കാര്യമില്ല. പോകുമ്പോൾ എവിടെയും വേണം പോകാം. കാരണം ഈ എന്ത് സുഖം, നല്ല പൈസ കിട്ടും, നല്ല സ്വാതന്ത്ര്യം കിട്ടും, മണി ഫ്രീഡം, ലൈഫ് ഫ്രീഡം. നമ്മൾ അജ്മൽ സാറ് പറഞ്ഞു, നല്ലൊരു പേര് കൊടുക്കുക. അതുങ്ങൾ പറഞ്ഞത് അങ്ങനെയാണ്. എന്റെ അധ്യാപകന്മാരെ വരുമാനം വെച്ച് കുടിച്ചിട്ടാണ് പറഞ്ഞത്, ആണോ അല്ലേ? MI 19 വയസ്സിൽ 2,10,000 പൈസ പറഞ്ഞു, ആണോ അല്ലേ? ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന അതേ പെൺകുട്ടിയുടെ മാസത്തിന് പോലും മാസത്തിൽ എന്തില്ല, 1 ലക്ഷമില്ല. ആ പെൺകുട്ടി തീരുമാനമായിട്ട് 19-ാമത്തെ
പിന്നെ ഇൻഡസ്ട്രി ചെയ്ത് മുന്നോട്ട് പോയ സമയത്ത് ഏകദേശം 5 വർഷം കഴിഞ്ഞു, 6ാമത് കഴിയുന്നു. ആ ലെവലിൽ ആദ്യത്തെ കാലത്ത് 3 വർഷക്കാലം ഏകദേശം നമ്മൾ പാർട്ട് ടൈം ആയിരുന്നു ചെയ്യുന്ന ജോലിയുടെ കൂടെ ചെയ്തു. ഇവിടെ അങ്ങനെ ചെയ്യുന്നവർ അങ്ങനെ ചെയ്തോ. ഫുൾ ടൈം ആയിട്ട് ഇറങ്ങുന്നുണ്ടോ എன்ற സമ്മതം കിട്ടി മാത്രം ചെയ്യാം. എന്നിട്ട് 100% തീരുമാനം കറക്റ്റാവുക. പാർട്ട് ടൈമിനകത്ത് പാർട്ട് ടൈം ആകരുത്, പാർട്ട് ടൈമിനകത്ത് പാർട്ട് ടൈം ആകരുത്, പാർട്ട് ടൈമിനകത്ത് ഫുൾ ടൈം ആണ്. ഇങ്ങനെ പാർട്ട് ടൈമിൽ പാർട്ട് ടൈം ആവരുത്. പറയാണ് ഞാൻ 5 മണിക്ക് ശേഷം ജോബ് ഫ്രീ ആണ്, ബട്ട് അവൻ ഇറങ്ങാൻ ഇങ്ങനെ രാത്രി 10 മണിയാവും. ഇറങ്ങിക്കാണ് ഇങ്ങനെ ഇരിക്കാനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വരും. അതുകൊണ്ട് പെരുന്നാളാവില്ല. 5 മണിക്ക് ശേഷം ഫ്രീ ആണോ എങ്കിൽ നിങ്ങൾ വീട്ടിൽ കാണണം. 2 ജോലികൾക്കും ചെയ്യുന്ന ആളുകൾ ചോദിച്ചു നോക്കുക. ഒരു കടലവണ്ടിയിലാണ് പോകുന്നതെങ്കിൽ, ന്യൂസ് പേപ്പർ ബോയിലാണെങ്കിൽ, അല്ല പിസ ഹട്ടുകളിലാണെങ്കിൽ, എന്തോ ആവട്ടെ ആ സ്പോട്ടിൽ അവരവിടെ എത്തും. എത്തുമില്ലേ? ഇതേ പണിക്കുന്നുണ്ടാവാം. നിങ്ങൾ വീട്ടമ്മമാരുണ്ടാവാം, സഹോദരിമാരുണ്ടാവാം, ആണുങ്ങളുണ്ടാവാം. പാർട്ട് ടൈം ഫുൾ ടൈം അത് പ്രശ്നം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യും. അപ്ലൈ ചെയ്യരുത്, ഡൗൺ ലൈൻ ചെയ്യരുത്. നിങ്ങളെ ദൈവം ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ആരും തരും? ദൈവം തരും. സഹായം ആരും തരും? അപ്ലൈൻസും ഡൗൺലൈൻസും ഒക്കെ തരും. പക്ഷേ അപ്ലൈൻ വന്നാലേ ഞാൻ ഇറങ്ങും, ഡൗൺലൈൻ ഉണ്ടെങ്കിലേ ഞാൻ ഉണ്ടാകും. അതൊരു സാധനം ഉണ്ടാവും. ഇല്ല, എം എ യൂസുഫലിക്ക് വിസ അയച്ചു കൊടുത്ത സമയത്ത് യൂസുഫലി പറയുന്നത് അല്ല ഞാൻ കുട്ടിക്ക് ഉണ്ടാവും, ഇങ്ങനെ ഞാൻ പോലെ ചന്ദ്രോ നീ ഉണ്ടാവില്ല, എന്റെ ക്ലാസ്മേറ്റ്. പിന്നെ അടുത്ത ആളോട് സെലീന നീ എന്റെ ക്ലാസ്സിലെ ബെസ്റ്റി നോക്കിയില്ല ഞാൻ എഴുതുപോളില്ല, അങ്ങനെ യൂസുഫലി പറഞ്ഞാൽ യൂസുഫലി ഉണ്ടാവുമോ? ഇല്ല, മൂപ്പര് കിട്ടിയ വിസക്ക് കയറി. അതുകൊണ്ടല്ല ഉണ്ടായത്. ഇതാണ് നമ്മളെ പ്രശ്നം. നമുക്ക് വിസ വന്നാൽ നമ്മൾ ചോദിച്ചു ഇതൊക്കെ ബിസിനസ്സിൽ ഉണ്ടെങ്കിൽ ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. അത് പറയുന്ന ആലോചിച്ചാൽ നിൽക്കണം. ആലോചിച്ച് ഒന്ന് ചോദിച്ചാൽ നോക്കാം. നിനക്ക് വേണോ? അതിന്റെ ഉത്തരം യെസ് ആണോ? യു സ്റ്റാർട്ട് നൗ. ഇത് സ്വന്തം ബിസിനസ്സാണ്. ആണോ അല്ലേ? ഞാൻ പൈസ കൊടുക്കാതെ ഞാൻ തീരുമാനിക്കുന്ന നാട്ടിലൂടാണോ? അങ്ങനെ ഉണ്ടോ? എന്റെ തീരുമാനത്തിൽ ഞാനല്ലേ സ്വന്തം തീരുമാനിക്കേണ്ടത്. സോ ദാറ്റ്സ് ഓൾ ക്വസ്റ്റ്യൻ. നിങ്ങൾ സ്വന്തം തീരുമാനിക്കാം. രണ്ടാമത്തത് പ്രോഗ്രാം, പ്രോഗ്രാം, പ്രോഗ്രാം. ഈ ബിസിനസിന്റെ ഏക സക്സസ് എവിടെയാണ്? പ്രോഗ്രാമിലാണ്. എന്താ പ്രോഗ്രാമിന്റെ സുഖം? ഫേസ് ടു ഫേസ് പ്ലാൻ പറയുമ്പോഴും ചലനം പറയുമ്പോഴും ചിലപ്പം പാപ്പ മോനുണ്ടാകും, ഉമ്മ മോനോടാകും, അതല്ലെങ്കിൽ ഏട്ട അനിയനോടാകും, അല്ലെങ്കിൽ അയൽവാസി അയൽവാസി, അല്ലെങ്കിൽ കൂട്ടുകാരൻ കൂട്ടുകാരോട്. ഇപ്പൊ എങ്ങനെ കേക്കല് ഇങ്ങനെ ഇങ്ങനെ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ തട്ടിപ്പോകും. ഞാൻ ഇപ്പൊ ഇതിന്റെ കൂടെ ഉണ്ടാവില്ല. നേരെ മനുഷ്യരെ ഹാളിൽ കൊണ്ടുപോയി ഇങ്ങനെ ഇട്ടാൽ തളർത്തുന്ന ചട്ടിക്ക് പപ്പടം പപ്പടം താനേ കൊത്തിക്കോളും. ആണോ അല്ലേ? അതിന് നിങ്ങൾ ഊതും വേണ്ട, കത്തിക്കും വേണ്ട. അങ്ങനെ ചട്ടി എന്തെങ്കിലും തളർത്തുന്ന ഇതാണ് ഞാൻ പറയുന്നത്. പ്രോഗ്രാം ശരി നോക്കുമ്പോൾ ശരിയാണോ? ഇവിടെ ആര് പറഞ്ഞതുപോലെ ഒരുപാട് പ്രയത്നിക്കാൻ പറ്റുന്നത് ഞാൻ ഇവരെ ചവിട്ടല്ല എന്ന ടീച്ചറിലേക്ക് മാറ്റി വന്നു. നേരെ സമൂഹത്തിലേക്ക് സ്ഥാപനം നാട്ടിൽ വേണം തിരിച്ചു വന്നു. വിദ്യാഭ്യാസമായി മുന്നോട്ട് പോകാൻ ഒരുപാട് കപ്പാസിറ്റി ഉണ്ട്. അതിന്റെ കപ്പാസിറ്റി ആൾക്കാരുടെ കയ്യിലുണ്ട്, സാഹചര്യമുണ്ട്. എന്നിട്ടും വിദ്യാഭ്യാസ ജീവിതത്തിന്റെ റിട്ടയർമെന്റ് എടുത്തിട്ട് എന്തായാലും ശരി കൂട്ടപ്പെട്ടാണ് എവിടെ പോകും മനസ്സിലാക്കി അവിടുന്ന് രാജ്യം നമ്മുടെ നല്ല നമ്മുടെ EV കാറിൽ പഞ്ചിൽ സഞ്ചരിക്കുന്നു. വീണ്ടും പഞ്ച് ഇനിയും ഇതാ ഒരു പക്ഷേ ഈ 2-3 മാസം കൊണ്ട് 3 പഞ്ചാണ് നമ്മുടെ EV പഞ്ച് 15 പഞ്ചിലെ പഞ്ച് 5 പഞ്ച് ഞാൻ സീരിയസ്ലി പറഞ്ഞ എന്തുകൊണ്ട് പറ്റി ഒരു റുപ്യ വരുന്നുണ്ടോ? വൈറ്റ് ആഫ്റ്റർ ITR കേസ് കട്ടാക്കിയ ശേഷം ഒരു ഇടിമില്ല രണ്ടാമതോ പൈസ ചെലവഴിക്കാൻ അതിനേക്കാൾ എനിക്ക് കിട്ടിയോ അസൈൻമെന്റ് കിട്ടിയോ ഒന്നുമല്ല, ഒന്നുമല്ല. ഞങ്ങൾ അത് മഴ ഓരോ ഇന്ന് ചാക്കാൻ ചോദിച്ചാൽ തേങ്ങ കൂടുതലല്ല. പക്ഷെ ഒരു നാൾ ഞാൻ ഇവിടെ കൊടുത്തിട്ട് തേങ്ങ ചെയ്തിട്ട് ഇതോട്ട് വേറെ പോയിട്ടില്ല പള്ളി പറ്റില്ല കുട്ടിയെ പറയാൻ നമുക്ക് കൈകൊള്ളാം. അങ്ങനെ സമയത്താണ് ഇന്ന് നമ്മെ കിട്ടിയത്. എനിക്കതിലല്ല ആ കൊണ്ട് പോയി നല്ല വന്ന നിങ്ങൾ നന്നാ പോകാം. കട്ടി മലപ്പട്ടായി ആ കാലം കട്ടി കൊണ്ടുക കൂട്ടിട്ട് വലിയ അവസരം നിന്ന് വല്ലതായി ശ്രമിക്കുക. വലിയൊരു വികസനമാണ്. കേന്ദ്ര ഗവൺമെന്റ് സീരിയസ് പറഞ്ഞു, കേരള സർക്കാർ സീരിയസ് പാസാക്കി. ആ പരിപാടി കൈവരികയാണ്. ജന്മത്തിൽ സാധനങ്ങളൊന്നും
12 മണിക്ക് ഇറങ്ങിയിട്ട് രാവിലെ ഇറങ്ങിയിട്ട് നട്ടുച്ചയിൽ 12 മണിക്ക് കൊണ്ട് വൈകുന്നേരം 8 മണി വരെ ഏതോ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ജന്മത്തിൽ അവർ നിൽക്കണം. ഇതിഹാസം വരെ അള്ളാഹ് ഇരുന്നിട്ടുണ്ടാവും. ആ ഇരുന്ന ഒറ്റക്കാലം തള്ളകാലം പ്രഖ്യാപനം ഇവിടെ അനവസ്ഥ മുഖ്യമന്ത്രി ഇപ്പോൾ എത്തുന്നതാണ്. മണ്ണങ്ങളുടെ ആദ്യ പേരിട്ട് വരുമ്പോൾ എനിക്ക് പേടി. നമ്മുടെ തിരുവനന്തപുരത്തിന്റെ സന്ദർശനത്തിൽ സൂര്യനെ രീതിയിൽ നമ്മൾ അപ്പോൾ മന്ത്രി വന്ന് പരിപാടി ചെയ്യാൻ പറ്റിയത്. പിന്നെ വെയിൽ പതിയെ നമുക്കൊരു ബേജാറ്. എന്ത് പിന്നെ ഫുള്ളായിട്ട് ബേജാറൊന്നുമില്ല. കാരണം കുടുങ്ങി നീച്ചു പോയ സീറ്റ് പോകും. ആണ്ട് പോകാനുള്ള സ്ഥലമില്ല. മൂത്രയില്ലാത്ത ആൾക്കാർ വരെ റിട്ടേണ്ടി അവിടെ എത്തിയിരുന്നു. പോയ വീട്ടിലൊന്നും പിന്നെ അവരെ മൂത്രം ചങ്ങനായിട്ട് പിന്നെ കിട്ടിയ ആ ലെവലിൽ 5-8 മണിക്കൂർ കാത്തു നിന്നത് ഒരു പ്രഖ്യാപനത്തിന്. ആ പ്രഖ്യാപനത്തിൽ മുഖ്യമന്ത്രി മറ്റ് 4 മന്ത്രിമാർ വന്നു, IAS ഓഫീസർമാർ വന്നു, നമ്മളുടെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആളുകൾ വന്നു, ഇൻകം ടാക്സിന്റെ മെയിൻ ഡിപ്പാർട്ട്മെന്റ് വന്നിട്ട് ഒന്നും പറഞ്ഞു. അനാഥമായ ഡയറക്ടർ സെല്ലിംഗ് അനാഥത്വം ഞങ്ങൾ ഏറ്റെടുത്തു. ഇനി നിങ്ങൾ പേടിക്കേണ്ട, ഗവൺമെന്റ് നിങ്ങളുടെ കൂടെ ഉണ്ട്. എന്ത് പ്രൊജക്റ്റുകൾ നിങ്ങളുടെ പിറകിൽ ഞങ്ങളുണ്ട് പറയുന്നത്. ഇന്ന് നമ്മൾ ഗവൺമെന്റ് ഏറ്റിട്ട കുട്ടികളെ മക്കളെ നാട്ടിൽ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. ഇന്ന് അഭിമാനമുണ്ട് ഗവൺമെന്റ് ഒഫീഷ്യൽ ചെയ്യുന്ന പോലത്തെ പ്രൊജക്ട് നമ്മൾ ചെയ്യുന്നത്. ഒരു ഭാഗ്യത്തെ ഈ പ്രായത്തിൽ കിട്ടിയത്. അതുകൊണ്ട് ഞാൻ ചെയ്ത പണി ഇതിനെ വിടാത്ത ഞാൻ അതേ പറയുന്നു. സക്സസ് ആൻഡ് ദ ഫെയിലിയർ ഈസ് ഓൺ ദ സെയിം ട്രാക്ക്. സക്സസ് ആൻഡ് ദ ഫെയിലിയേഴ്സ് ആർ ഓൺ ദ സെയിം ട്രാക്ക്, ബട്ട് ദ ഫെയിലിയർ ഈസ് ദ ഏർലിയർ എക്സിറ്റ്. വിജയവും പരാജയവും ഒരേ റൂട്ടിലാണ്. ജയവും പരാജയവും ഒരേ റൂട്ടുമല്ല. പിന്നെ എന്താ തോൽവി എന്ന് പറഞ്ഞാൽ ആദ്യം സർട്ടിഫിക്കറ്റ് കിട്ടാൻ അതാണ് തോൽവി. ഇപ്പൊ തിരിഞ്ഞാൽ ജയവും പരാജയവും ഒരേ റൂട്ടിലാണ്. അപ്പൊ തോൽവിന് എങ്ങനെ മനസ്സിലാവല്? ആരാ ഫസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മനസ്സിലായോ? നമ്മളെല്ലാവരും ഒരേ ട്രാക്കില്ല. ഇവിടെ സൈഡ് ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് റൈറ്റ് അത് സ്ട്രൈറ്റ് എൻഡ് വരെ ആര് പോകുന്നു അയാൾ ഈസ് ദ വിന്നർ. അതാണ് നമ്മുടെ വിജയം. അയാൾ ഇൻഡിക്കേറ്റർ ഇടൂല. തോൽവിക്കാരൻ ഞങ്ങൾക്ക് ഇൻഡിക്കേറ്റർ ഇടും. എന്താ വിസ വന്നിരിക്കണം, നല്ല പാസ്പോർട്ട് എടുക്കാൻ വാപ്പ പറഞ്ഞിരിക്കണം, പെണ്ണ് കെട്ടാൻ പറഞ്ഞിരിക്കണം. അതിനാൽ പിന്നെ പെണ്ണ് സമ്മതിച്ചില്ല, ഉമ്മാട്ടിഷ്ടല്ലാല, ചെറിയച്ഛനത്ര പൊത്തല്ലാല, ഇത് ചെയ്തിട്ട് കാര്യമില്ല. അതാണ് ഇൻഡിക്കേറ്റർ. ഈ ഇൻഡിക്കേറ്റർ ഇട്ടാൽ കഴിഞ്ഞു. ഞാനത് ഇടില്ല. ഇത് എവിടെ വരെ എത്തുമോ അതിന്റെ പരകോടികൾ എന്ന ക്ലിയറൻസ് അക്കാദമിയുടെ പതാക കുത്താതെ ഈ പരിപാടി നടത്തുന്ന പണി ഒരു ക്ലിയറൻസിന്റെ കാര്യങ്ങളുണ്ടാവും. ഇത് എവിടെ ചന്ദ്രയിലാണ്, ചൊവ്വയിലാണ്, ബുധനിലാണ്, അവിടെ കുത്തും നമ്മളെ പതാക പറമ്പെന്നുള്ള പറമ്പിൽ ആ ലെവലിൽ നമ്മൾ തുടങ്ങിയതാണ്. അതുകൊണ്ട് അടിപൊളി ഗവൺമാരെ കിട്ടിയത് വെരി പവർഫുൾ ക്ലിയറൻസ് അക്കാദമിയുടെ ഏറ്റവും നല്ല പവർഫുൾ ഓർഗനൈസേഷൻ ആണ് ടൈഗേഴ്സ് ഓഫ് ക്ലിയറൻസ്. അതിന്റെ ലീഡർമാരെ ഞാൻ റിയലി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. Again, I say congratulations for all the leaders for assembling this kind of wonderful city. ഇതിന്റെ എല്ലാ പിന്നണി ശില്പികളെയും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ നിൽക്കുന്ന സാധനം ശ്രീറാം കൊടുക്കാട് നേടിയെടുത്ത സാധനം ഇത് സാധാ അവാർഡല്ല. സാധാ ഒരു വീട്ടമ്മയാണ്. അടുക്കളയുടെ ലോകത്ത് നിന്ന് നെക്സസിന്റെ അവാർഡ് വാങ്ങിയത് ശരിയ രൂപത്തിലല്ല. ഇന്ന് കേരളത്തിലെ ആയിരക്കണക്കിനാക്കുന്ന NTCയിലെ പടക്കുതിരോട് പോരാടിയിട്ട് ക്ലിയറൻസ് അക്കാദമി നേടിയെടുത്ത വിജയ ചരിത്രമാണ് നെക്സസിന്റെ അവാർഡിൽ ഇന്ന് ശ്രീറാം കൊടുക്കാട്. വിജയമാണ്. ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയുടെ ബിസിനസ് എക്സലൻസ് അവാർഡ് എന്നത് അതിന്റെ പിറകിൽ ഒരുപാട് കാലങ്ങൾ നിങ്ങളെ നേടി വരും. നിലച്ചിരിക്കാതെ വന്ന സാധനമായിരുന്നു. മുപ്പത്തേക്ക് കഴിഞ്ഞ മാസം ഉറപ്പ് കഴിഞ്ഞ മുന്നത്തെ മാസം ആകെ ഉറപ്പിട്ടായ ഞാൻ ആ ലിസ്റ്റ് പ്രഖ്യാപിച്ചപ്പോൾ അവിടെ ഇൻപുട്ട് ഉറപ്പായത്. അപ്പോൾ 34 ഉറപ്പായത്. ഈ ബിസിനസ് നിങ്ങളെ തേടി വരും. നിങ്ങൾ സ്വീകരിക്കും. ബാക്കിയൊക്കെ ഒഴിവാക്കും. അതുകൊണ്ട് ഫൈനൽ ഇന്ന് നിങ്ങൾ മാറാൻ തയ്യാറാണ്. അസോസിയേഷൻ മാറ്റി നെഗറ്റീവായി ആൾക്കാരെ ഒന്ന് മാറ്റി കരുതാം. ഇതിന്റെ വിജയം തന്നെ പോസിറ്റീവായി നമുക്ക് ആരും മാത്രം പ്രവഹിക്കാം. നിങ്ങൾ നെഗറ്റീവായാൽ അതാരുടെ പ്രശ്നമാണ്? നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്. നിങ്ങൾക്ക് ഒരിക്കലും കലക്കല്ല, മാലാകയല്ല. നിങ്ങൾ എടുത്തു വന്നിട്ട് അതാ എന്റെ താഴ്ത്തുന്ന കാത്താക്ക് ചേട്ടനെ ചേച്ചിക്ക് ഇന്നാലിന്റെ സുഹൃത്തിനെ നെഗറ്റീവ് വരുന്നു, അതിനാൽ ഞാൻ അവനെ പോസിറ്റീവ് ആക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിടുന്നതോ ശുക്രനെ വിടാനോ പരസ്പരെ വിടാനായിട്ട് പറ്റൂല. കേട്ടോ, നിങ്ങൾ എവിടെ എത്തി എന്ന് നിങ്ങൾക്ക് അറിയണം. നിങ്ങൾ ആദ്യം കേൾക്കണം, നിങ്ങൾക്ക് അറിയണം. നിങ്ങൾ എന്ത് കേൾക്കരുത് നിങ്ങൾക്ക് അറിയണം. എന്നെ കൊണ്ട് പ്രവഹിക്കാനില്ല. അതുകൊണ്ട് ബി പോസിറ്റീവ് എന്നതിന്റെ നിർബന്ധ ബുദ്ധി നിങ്ങൾക്കാണ്.
എന്തിനാണ് ഇത് തുടങ്ങുന്നത്? ഇതിൽ വന്ന ഓരോ ലീഡർക്കും ഒരു ഇൻട്രസ്റ്റ് കാണും. ചിലർക്ക് നല്ല പൈസയാണ്, ചിലർക്ക് നല്ല ആരോഗ്യമാണ്, ചില ആളുകൾക്ക് ഇതേപോലെ സ്പീക്കറാവാൻ നല്ല താല്പര്യമാണ്, ചില ആളുകൾക്ക് തൻ്റെ മക്കളെ മുമ്പിൽ ജയിച്ച ഒരു പിതാവ് മാതാവാകാൻ താല്പര്യമുണ്ട്. ആണോ? ഇന്ന് നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്ക്. മൈക്ക് കൊടുത്തിട്ട് നിങ്ങളെ മക്കളോട് ചോദിക്കുക, നിങ്ങൾ ആരെ പോലെ ആവാൻ ആഗ്രഹിക്കുന്നു? ഞാൻ സീരിയസ്ലി പറയാണ്, യുവതലമുറ പറയും CR7 SRK